Okay, President, തുടങ്ങാം. Okay. JCA Week 2020 Wow Wealth Out of Waste meeting is hereby called to order. ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് ഒരു ട്രെയിനിങ് ആണ്, വെബിനാർ ട്രെയിനിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ട് JCA ഇന്ത്യയുടെ JCA വീക്കിനെ ആസ്പദമാക്കിക്കൊണ്ട് JCA ആലപ്പി നടത്തുന്ന ഈ ഒരു ട്രെയിനിങ് സെഷൻ ആണ്. NSS യൂണിറ്റുമായിട്ട് ജോയിൻ ചെയ്ത് പിന്നെ മിഷൻ ആലപ്പുഴ കൺട്രോൾ ബോർഡ് ചേർന്നിട്ടാണ് JCA ആലപ്പി ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ എന്റെ കർത്തവ്യം വെൽക്കം അഡ്രസ് ആൻഡ് പ്രസിഡൻഷ്യൽ അഡ്രസ് ആണ്. ആദ്യമായിട്ട് ഈ ചടങ്ങിൽ, ഈ മീറ്റിംഗിൽ സംബന്ധിച്ചിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. ഇനാഗുറേഷന് വേണ്ടി സോൺ 22ന്റെ സോൺ പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ആദ്യത്തെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സോൺ വൈസ് പ്രസിഡന്റ് ഉണ്ട് ആശംസകൾ അർപ്പിക്കാനായിട്ട്. സോൺ ഡയറക്ടർ പ്രോഗ്രാംസ് ഉണ്ട്, അതുപോലെ അലക്സ് സാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പാനൽ സെഷനും വെബിനാറിനുമായിട്ടുള്ള ആളുകളുണ്ട്. ബിജു സാറ്, രാജേഷ് സാറ്, ജയകുമാരി മാം, പിന്നെ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന ജോസഫ് സാറ്, സത്യൻ സദാശിവൻ സാർ, ഇവരെല്ലാം ഉണ്ട്. മറ്റെല്ലാ JCA മെമ്പേഴ്സിനും JCA ആലപ്പിയുടെയും അല്ലാതെ സോൺ ഒഫീഷ്യൽസിനെയും എല്ലാം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. JCA ആലപ്പി 2020 JCA വീക്ക് ആചരിക്കുന്നതിനോടനുബന്ധിച്ച് അഞ്ചാമത്തെ ഡേ ആയ ഇന്ന് വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന തീമിനെ ആസ്പദമാക്കി JCA ആലപ്പി കുറെ പ്രോജക്ട്സ് പുറത്തു ചെയ്തു. അതിന്റെ അവസാനത്തെ ഒരു പ്രോജക്റ്റ് ആണ് ഇപ്പം നടക്കുന്ന വെബിനാർ ട്രെയിനിങ്. ഈ 5 ദിവസങ്ങളായിട്ട് ഓരോ തീമിനെ ബേസ് ചെയ്തുകൊണ്ടാണ് JCA ആലപ്പി ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. അതിനകത്ത് ഒന്നാമത്തെ ഡേയിൽ നമ്മൾ നാഷണൽ വിന്നറും ആയിട്ടുണ്ട്. അപ്പം ഈ ഒരു ചടങ്ങില് നമുക്ക് ഈ ക്ലാസ്സുകൾ എടുക്കാനും ഈ പാനൽ ഡിസ്കഷനൊക്കെ ഡെമോൺസ്ട്രേഷനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസിന് എങ്ങനെ വെൽത്ത് ഉണ്ടാക്കാം എന്ന കൺസെപ്റ്റിൽ നമ്മൾ ഇന്ന് കുറച്ച് വീഡിയോസും ഞങ്ങൾ ചെയ്യുകയുണ്ടായി. നമ്മുടെ വീൽ ചെയർ യൂസേഴ്സ് അസോസിയേഷന്റെ മെമ്പേഴ്സ് അവർ ഒത്തിരി ഈ ഗ്രോ ബാഗ്സ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസിനകത്തുനിന്ന് പ്ലാന്റുകൾ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ഒരു പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള അവരുമായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുകയുണ്ടായി. അതും അതുപോലെ ഈ പേപ്പർ ബാഗ്സ് എല്ലാം നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഗ്രോ ബാഗ്സ്, ക്ലോത്തിൽ നിന്നുണ്ടായ ജീൻസിൽ നിന്നുണ്ടാക്കിയ ഗ്രോ ബാഗ്സ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെയുള്ള ഒത്തിരി പ്രോജക്ട്സ് നമ്മൾ JCA ആലപ്പി ഇന്ന് വൈകുന്നേരത്തോടു കൂടി ചെയ്തു കഴിഞ്ഞു. അടുത്ത ഈ വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇനാഗുറൽ അഡ്രസ്സിനായിട്ട് സോൺ പ്രസിഡന്റ് ജെയിംസ് കെ ജെയിംസ് സാറിനെ ക്ഷണിക്കുകയാണ്. സാർ പ്ലീസ്. ഈ മീറ്റിംഗിന്റെ ഏറ്റവും ആരാധ്യയായ അധ്യക്ഷ JCA ആലപ്പിയുടെ പ്രസിഡന്റ് ലാലി പ്രവീൺ, ഈ മീറ്റിംഗിന്റെ പ്രിയപ്പെട്ട പാനലിസ്റ്റുകളായിട്ടുള്ള പ്രിയപ്പെട്ട ബിജു സാർ, രാജേഷ് സാർ, ജയകുമാരി മാഡം, ആലപ്പി ഉൾപ്പെടുന്ന റീജിയന്റെ അസൈൻഡ് വൈസ് പ്രസിഡന്റും സോൺ 22ന്റെ ഫ്യൂച്ചർ ലീഡറുമായ JC സെനറ്റർ മനു ജോർജ്, ഈ JCA വീക്കിനെ ഏറ്റവും മനോഹരമായി സോൺ 22 കൊണ്ടുപോകുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന നമ്മുടെ സോൺ ഡയറക്ടർ പ്രോഗ്രാം വളരെ മനോഹരമായി 18 റൂമുകളെ കൊണ്ട് JCA വീക്ക് ചെയ്യിക്കുവാനായി അദ്ദേഹത്തിന്റെ നിരന്തരമായ പരിശ്രമങ്ങൾ, മനോഹരമായ പ്രോഗ്രാമുകൾ, പ്രിയപ്പെട്ട സോൺ ഡയറക്ടർ പ്രോഗ്രാം സുജിത്തിയ, ഇന്നത്തെ ഡെമോൺസ്ട്രേഷന് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന CA ജോസഫ് സാർ, സത്യൻ സദാശിവൻ, ഈ പ്രോഗ്രാമിന്റെ എല്ലാം പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന സോൺ 22ന്റെ ഏറ്റവും കരുത്തനായ ട്രെയിനർ, ഞങ്ങളൊക്കെ ഗുരുനാഥനും കൂടിയായ പ്രിയപ്പെട്ട ജോൺ സാർ, IPP ഷിബുത് സാർ, ഞങ്ങളുടെ സുഹൃത്തും പ്രസിഡന്റിന്റെ ഭർത്താവും കൂടിയായ പ്രിയപ്പെട്ട പ്രവീൺ, ഈ പരിപാടിയോട് JCA പ്രസ്ഥാനത്തോട് ഒപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന NSS യൂണിറ്റ്, സെന്റ് ജോസഫ് കോളേജ്, ശുചിത്വ മിഷൻ ആലപ്പുഴ, ഇങ്ങനെ വിവിധങ്ങളായ പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ പരിപാടികളുമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും JCA മഹാപ്രസ്ഥാനത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഈ കോവിഡ് കാലഘട്ടത്തിലും ഒരു ശകലം പോലും പുറകോട്ട് പോകാതെ JCA ഇന്ത്യയുടെ ഒരാഴ്ച നിൽക്കുന്ന JCA വീക്ക് എന്ന വലിയ പരിപാടി ഇന്ത്യയിൽ തന്നെ ഏറ്റവും മനോഹരമായി ഓർഗനൈസ് ചെയ്ത ലൂമുകളിൽ ഒന്ന് JCA ആലപ്പിയാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും നമുക്ക് ഓരോരുത്തർക്കും. കാരണം ഓരോ ദിവസത്തെ റിസൾട്ടുകളും അങ്ങനെയാണ് വരുന്നത്. ഈ നമ്മുടെ ഈ റിസൾട്ടുകളുടെ കാര്യത്തെക്കുറിച്ച്
പറയേണ്ട കാര്യമില്ലെങ്കിൽ പോലും പല റിസൾട്ടുകളും 1, 2, 3 പറയുന്നില്ല, 1 മാത്രമേ പറയുന്നുള്ളൂ. 1, 2, 3 അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ ഈ കഴിഞ്ഞ 5 ദിവസങ്ങളിലും ജെസി ആലപ്പിയുടെ പേര് ഉറപ്പായും വന്നേനെ. പക്ഷേ ജെസി ഇന്ത്യ ഒന്നാമത്തെ ആളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ. 1, 2, 3 ഉണ്ടായിരുന്നെങ്കിൽ 5 ദിവസവും ജെസി ആലപ്പി ഉണ്ടാകും ആയിരുന്നു എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. എന്തായാലും ഏറ്റവും മനോഹരമായി ഈ പരിപാടികൾ ഓർഗനൈസ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല, ഇതുകൊണ്ട് ജെസി പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ പേര് പബ്ലിക്കിനിടയിൽ ഈ സമയത്തും ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ കാര്യമാണ്. ഇന്നത്തെ ഒരു സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന് പ്ലാസ്റ്റിക് വേസ്റ്റിനെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണികളിൽ ഒന്ന്. കാരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഏറ്റവും വലിയ വസ്തു ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പ്ലാസ്റ്റിക് ആണ്. അറിഞ്ഞും അറിയാതെയും എന്റെയും നിങ്ങളുടെയും കൈകളിൽ ഒരു ദിവസത്തിൽ മിനിമം ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്ലാസ്റ്റിക് വസ്തു വന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് സത്യം. ഒന്നെങ്കിൽ കുപ്പിവെള്ളമായിട്ട്, അല്ലെങ്കിൽ കൂടായിട്ട്, മീൻ മേടിക്കുമ്പോൾ, ഇറച്ചി മേടിക്കുമ്പോൾ, പച്ചക്കറി കടയിൽ പോകുമ്പോൾ, പപ്പടം മേടിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്റെയും നിങ്ങളുടെയും കൈകളിൽ പ്ലാസ്റ്റിക് വന്നു പോകുന്നു എന്നുള്ള വലിയ ഒരു ദുരന്തമുണ്ട്. അത് വളരെ അലക്ഷ്യമായി അടുക്കളയിൽ നിന്ന് പറമ്പിലേക്കോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും വലിച്ചെറിയുമ്പോൾ വരാൻ പോകുന്ന വലിയ ദുരന്തം ഭാവി തലമുറയ്ക്ക് ഈ ഭൂമിയെ, ഈ പ്രകൃതിയെ നഷ്ടപ്പെടുത്തുന്നതിന്റെ ഒരു വലിയ പങ്ക് നമ്മൾ തന്നെയാണ് വഹിക്കുന്നത് എന്നുള്ള സത്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിനൊരു പരിഹാരം എന്താണ്? പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്ത് ഉപയോഗ വസ്തുവാക്കി മാറ്റി അതിനെ ധനമാക്കാൻ കഴിയുന്ന എന്തെല്ലാം മാർഗങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ള അന്വേഷണമാണ്. അല്ലാതെ പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ നശിച്ചു പോകാൻ, പ്ലാസ്റ്റിക്കിനെ ഉപേക്ഷിക്കണം, അല്ല പ്ലാസ്റ്റിക് നിരോധിക്കണം, ഇതിനെല്ലാം അപ്പുറത്തേക്ക് ഇതിനെ എങ്ങനെ റീസൈക്കിൾ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ള ആ വലിയ പഠനത്തിൽ നിന്നും വലിയ തിരിച്ചറിവ് ഉണ്ടാക്കിയാൽ നാളുകളിൽ ഈ പാഴ്വസ്തുക്കൾ എന്ന് പറയുന്ന ഒരു വലിയ വിഭാഗത്തെ മാറ്റി നിർത്തി ഇവിടെയും നമുക്ക് ജീവിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ജോലി സാധ്യതയുള്ള പുതിയ ഒരു ഉപഭോഗ സംസ്കാരത്തിന്റെ പദ്ധതിയാക്കി ഈ പ്ലാസ്റ്റിക്കിനെയും അല്ലെങ്കിൽ ആവശ്യമല്ലാത്ത വസ്തുക്കളുടെയും ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതിന് ജെസി പ്രസ്ഥാനം മുമ്പോട്ട് വെക്കുന്ന ഈ ആശയങ്ങൾ നാളെ സമൂഹം ഏറ്റെടുക്കട്ടെ, രാജ്യം ഏറ്റെടുക്കട്ടെ, ഭരണാധികാരികൾ ശ്രദ്ധിക്കട്ടെ. കാരണം എന്നും സമൂഹത്തിന് ഗുണപരമാകുന്ന മാറ്റങ്ങൾ മാത്രമാണ്, അല്ലെ കാര്യങ്ങൾ മാത്രമാണ് ജെസി പ്രസ്ഥാനം പറയുന്നത്. 2020 മാർച്ച് മാസം 24-ാം തീയതി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് ഇന്ന് സെപ്റ്റംബർ മാസം 14-ാം തീയതി എത്തി നിൽക്കുമ്പോൾ ഇന്ത്യയിൽ ഫിസിക്കലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സംഘടനകളിൽ എത്ര സംഘടനയ്ക്ക് ഇത്രയും ഊർജ്ജസ്വലതയോടുകൂടി ഇത്രയും മെമ്പർമാരെ ആക്റ്റീവാക്കി നിർത്തി പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്ന് ഞാനും നിങ്ങളുമൊക്കെ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നതാണ്. ആ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരോട് ചോദിച്ചാൽ പറയും ജെസി പ്രസ്ഥാനത്തിന് മാത്രമാണ് ഈ സംഘടനയിലെ 50,000-ഓളം വരുന്ന മെമ്പർമാരെ, അവരുടെ കുടുംബാംഗങ്ങളെ ഏറ്റവും മനോഹരമാക്കി ആക്റ്റീവാക്കി നിർത്താൻ കഴിഞ്ഞത്. സോൺ 22-ലെ 3600-ലധികം വരുന്ന കുടുംബങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അല്ലെ ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും സൂമിന് മുമ്പിൽ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനം നൽകുന്ന അവസരമാണ്, ഈ പ്രസ്ഥാനം നൽകുന്ന പ്രചോദനമാണ്, ഈ പ്രസ്ഥാനം മുൻപോട്ട് വെക്കുന്ന ആശയങ്ങളുടെ കരുത്താണ്. അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കുവാൻ നിങ്ങൾ കാണിച്ച വലിയ മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ജെസി വീക്കിനെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലോ മോഡൽ ഒന്നാക്കി ആലപ്പുഴയെ മാറ്റുവാൻ നിങ്ങളെടുത്ത കഠിനാധ്വാനത്തിന് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വേസ്റ്റുകളായിട്ടൊന്നുമില്ല, എന്തിനേയും നമ്മൾക്ക് റീയൂസ് ചെയ്യാൻ പറ്റും, റീതിങ്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ വലിയ അനുഭവ പാഠങ്ങളിൽ നിന്നും പുതിയ പുതിയ ആൾക്കാരെ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തേക്ക് ചേർത്ത് നിർത്താൻ കഴിയട്ടെ. 2020-ൽ ഏറ്റവും വലിയ ഒരവസരമാക്കി മാറ്റാൻ കഴിയട്ടെ എന്ന ആഗ്രഹത്തോടുകൂടി ഈ മീറ്റിംഗ്, ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാനായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ല ദിനം ആശംസിക്കുന്നു. നാളത്തെ മെഗാ ക്ലോസിംഗിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയോടുകൂടി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ജെസിസ്, ബി ബെറ്റർ, ജയ് ഭാരത്. താങ്ക് യു ജെയിംസ് സർ. ഇനി അടുത്തതായി നമ്മുടെ സോൺ വൈസ് പ്രസിഡന്റ് സർ മനു സാറിനെ ക്ഷണിക്കുകയാണ്. മനു സർ പ്ലീസ്. മീറ്റിംഗിന്റെ അധ്യക്ഷ ഏറ്റവും ആരാധ്യയായ ജെസി ആലപ്പിയുടെ പ്രസിഡന്റ് ലാലി പ്രവീൺ, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഉദ്ഘാടകൻ സോൺ 22-ന്റെ നായകൻ ജെയിംസ് കെ ജെയിംസ്, സോൺ ഡയറക്ടർ പ്രോഗ്രാംസ് ഡോക്ടർ സുജിത്, ഏറ്റവും ആരാധ്യരായ ബിജു സാർ, രാജേഷ് സാർ, ജയകുമാരി മാഡം, ജെസി ആലപ്പിയുടെ നട്ടലായ ജോൺ സാർ, ഇത് ജെസി വീക്കിന്റെ കോർഡിനേറ്റർ ഷിബു സാർ, മറ്റ് ജെസി ആലപ്പിയുടെ പ്രവർത്തകരെ, ഏറെ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയും ആണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. 5-ാം ദിവസത്തിലേക്ക് കടന്ന ജെസി വീക്കിൽ കുറച്ചു മുമ്പ് സോൺ പ്രസിഡന്റ് സംസാരിച്ചതുപോലെ 1, 2, 3 സ്ഥാനങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും അത് ജെസി ആലപ്പി ഉണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ആ പറച്ചിലല്ല 7 ദിവസങ്ങൾക്ക് ശേഷം
JC വീക്കിന്റെ ഓവറോൾ ചാമ്പ്യന്മാർ ആര് എന്നുള്ള റിസൾട്ട് വരുമ്പോൾ അതിൽ ഒന്നാം സ്ഥാനം അത് JC ആലപ്പിക്കായിരിക്കും എന്ന് 100% അഭിമാനത്തോടെയും അതോടൊപ്പം സന്തോഷത്തോടെയും പറയുവാൻ എനിക്ക് ഈ അവസരത്തിൽ സാധിക്കും. 7-ാം ദിവസം കഴിഞ്ഞ് 8-ാം ദിവസം വരുന്ന റിസൾട്ടിൽ അത് JC ആലപ്പി ഒന്നാമതുണ്ടായിരിക്കുമെന്ന് കഴിഞ്ഞ 5 ദിവസത്തെ വർക്കുകൾ കൊണ്ട് നമുക്ക് പറയുവാൻ പറ്റും. അത്രയ്ക്ക് മനോഹരമായി ഈ പരിപാടിയെ കൊണ്ടു നടക്കുന്നു. ഇവിടെ എന്റെ വാക്കുകൾക്കൊന്നും സ്ഥാനമില്ല. വരാൻ പോകുന്ന കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ട്രെയിനിങ് ആരംഭിക്കുകയാണ്. ഏറ്റവും മനോഹരമായി നമ്മളോട് ഈ വക കാര്യങ്ങൾ നമ്മുടെ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യുവാനുള്ള സൊല്യൂഷൻസും കുറുക്കുവഴികളും ഒക്കെയായി നമുക്ക് പറഞ്ഞു തരുവാൻ ശുചിത്വ മിഷന്റെയും NSS യൂണിറ്റിന്റെയും ഒക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെയും ഒക്കെ ചുമതലയുള്ള ആളുകൾ ഇന്ന് നമ്മളോടൊപ്പമുണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ഞാനും കാതോർത്തിരിക്കുന്നു. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല ആശംസകൾ നേരുവാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. ഇനിയും ഒരുപാട് ഉയരത്തിലേക്ക് JC ആലപ്പിയും ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനവും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കട്ടെ. അതിനുള്ള അവസരങ്ങളായിട്ട് JC വീക്കുകൾ മാറട്ടെ. ഒരുപാട് യുവജനങ്ങളെ ആകർഷിക്കുവാൻ തക്ക പ്രവർത്തനങ്ങളാണ് ആലപ്പുഴ ജില്ലയിലെ JC ആലപ്പുഴയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് ഫലവത്തായി മാറിക്കൊണ്ട് പുതിയ എക്സ്റ്റൻഷനുകളും പുതിയ മെമ്പർഷിപ്പുകളും ഒക്കെയായി ജൂനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ആ ഒരു ബലം കൊടുത്തക്ക രീതിയിൽ ഈ പ്രവർത്തനങ്ങളെ മാറട്ടെ. അതിനുള്ള എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് JC, ജയ് JC വീക്ക്. താങ്ക് യു മനു സാർ. അടുത്തതായിട്ട് നമ്മുടെ സോൺ ഡയറക്ടർ പ്രോഗ്രാം സുജിത് സാറിനെ ക്ഷണിക്കുകയാണ്. സാർ രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട്. സാർ പ്ലീസ്. Respected President JC Lali Prabin, Zone President JC James, Zone Vice President JC Manu George, അതുപോലെ തന്നെ ഇന്നത്തെ പാനലിസ്റ്റുകളായി എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അതുപോലെ തന്നെ JC ആലപ്പിയുടെ സീനിയർ JC മെമ്പേഴ്സ്, മറ്റ് JC സുഹൃത്തുക്കളെ, JC വീക്ക് ഇന്ന് അതിന്റെ 6ാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ലോകം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് UNSDG ഗോൾസ് അതിനെ ആസ്പദമാക്കി, യുണൈറ്റഡ് നേഷൻസിന്റെ ഗോൾസിനെ ആസ്പദമാക്കി ഡിസൈൻ ചെയ്ത JC വീക്കാണ് ഈ വർഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് കൂടുതലും ഓൺലൈൻ പ്രോഗ്രാംസ് ആയിരുന്നു ഈ വർഷം നമ്മൾ ഈ കോവിഡ് പ്രതിസന്ധി കാരണം ഡിസൈൻ ചെയ്തത്. അതെല്ലാം വളരെ മനോഹരമായിട്ടാണ് JC ആലപ്പി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത, ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത് വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ്, നോ പ്ലാസ്റ്റിക് ഡ്രൈവിന്റെ ഭാഗമായിട്ടുള്ള വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊരു തീമിനെ ആസ്പദമാക്കിയാണ്. നമ്മൾ സൃഷ്ടിച്ച, നമ്മളാൽ വന്നു ചേർന്ന വേസ്റ്റുകൾ, അതിൽ നിന്ന് എങ്ങനെ വെൽത്ത് ഉണ്ടാക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. നമ്മളുണ്ടായ തിരിച്ചടികൾ, അതിൽ നിന്ന് നമുക്കുണ്ടായ തിരിച്ചറിവുകൾ, അതാണ് ഇന്നത്തെ ഒരു തീമിന്റെ ബേസ് എന്ന് പറയുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മളാൽ ഈ ലോകത്ത് സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനെല്ലാം തിരിച്ചടികൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാം ഈ ഒരു കോവിഡ് കാലഘട്ടം അതിനൊരു തിരിച്ചറിവുകൾ ഉണ്ടായ ഒരു കാലഘട്ടമാണെന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത്തരം തിരിച്ചറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ JC വീക്ക് കൊണ്ട് ഓരോ ദിവസവും നമ്മൾ ഉദ്ദേശിച്ചത്. അത് വളരെ രീതിയിൽ എല്ലാ ലോമുകളും, നമ്മുടെ ഇന്ത്യ മുഴുവനുള്ള ആക്റ്റീവായിട്ടുള്ള സജീവമായിട്ടുള്ള മിക്ക ലോമുകളും നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെക്കുകയാണ്. അതിന്റെ നമ്മുടെ സോണിൽ തന്നെ JC ആലപ്പി നല്ല രീതിയിൽ അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എല്ലാവിധ ആശംസകളും JC ആലപ്പിക്ക് നേരുന്നു. നല്ലൊരു സെഷൻ ആയിരിക്കട്ടെ ഇന്നത്തെ എന്ന് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും JC ആലപ്പിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഉണ്ടാകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സുജിത് സാർ, താങ്ക് യു വെരി മച്ച്. അടുത്തത് വെബിനാർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജോൺ സാർ. ഓക്കെ, താങ്ക് യു. 3 പാനലിസ്റ്റുകളും ഉണ്ട് എന്നുള്ളത് സന്തോഷപൂർവ്വം ആഗ്രഹിക്കുകയാണ്. ഒപ്പം തന്നെ NSS യൂണിറ്റിന്റെ വോളണ്ടിയേഴ്സ് അവരാണ് നമുക്ക് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത്. വോളണ്ടിയേഴ്സിനോട് ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത്, ഇത് നിങ്ങൾക്ക് കൂടെ സജീവ പങ്കാളിത്തമുള്ളതാണ്. അപ്പൊ നമ്മുടെ പാനലിസ്റ്റുകള് ചുരുങ്ങിയ സമയത്ത് അവര് വിഷയം അവതരിപ്പിക്കും. അതിനുശേഷം നിങ്ങളുടെ ഇന്ററാക്ഷനിൽ കൂടെ വേണം ഇത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ.
അപ്പോൾ പാനലിസ്റ്റുകളെ ഞാൻ ആദ്യം ക്ഷണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് സൂം കംഫർട്ടബിൾ ആയിട്ടുള്ളവര് ഹാൻഡ് റൈസ് ചെയ്യുക, അല്ലെങ്കിൽ അതാത് സമയത്ത് ഔചിത്യപൂർവ്വം മീറ്റിംഗ് മൈക്ക് അൺമ്യൂട്ട് സംസാരിച്ചാൽ മതിയാവും. ഓക്കെ, ആദ്യമായിട്ട് ബഹുമാനപ്പെട്ട ബിജു സാറിനെ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആലപ്പുഴ ജില്ലാ എഞ്ചിനീയറായ ബിജു സാറിനെ ഡിസ്കഷന്റെ അദ്ദേഹത്തിന്റെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഭാഗത്തുനിന്ന് എന്താണ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നമുക്ക് കുറയ്ക്കുവാൻ അല്ലെങ്കിൽ പരിപൂർണമായിട്ട് നമുക്ക് തീർച്ചയായും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നമുക്ക് ഒഴിവാക്കുവാൻ എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വെൽത്ത് ആക്കി മാറ്റാൻ. സാറിന് കൂടുതലും എനിക്ക് തോന്നുന്നത് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് സംസാരിക്കാൻ, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് ഒരു ഇൻസൈറ്റ്, ഞങ്ങൾക്ക് ഒരു ശരിയായ ഉൾക്കാഴ്ച തരുവാൻ സാധിക്കുമെന്ന് കരുതുന്നു. ബിജു സാർ, യു മേ ടോക്ക് നൗ പ്ലീസ്. താങ്ക് യു ജോൺ സാർ. നമ്മുടെ ഈ JC ഇന്റർനാഷണലിന്റെ പ്രസിഡന്റായ ലാലി പ്രവീൺ, ഷിബു, ജോൺ, ജെയിംസ് ആൻഡ് മനു ജോർജ് ആൻഡ് എല്ലാവർക്കും നമുക്കിങ്ങനെ ഒരു അവസരം തന്നതിൽ, ഇന്ന് വൈകുന്നേരം നമുക്ക് ഒരുമിച്ച് കൂടി കാണാൻ കഴിഞ്ഞതിൽ ഞാൻ എൻ്റെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങട്ടെ. അപ്പൊ വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്ന ഒരു ഈ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു വിഷയത്തില് ഈ ഒരു ടോക്ക് സംഘടിപ്പിച്ച JCയുടെ ഭാരവാഹികളെല്ലാം, അണിയറ പ്രവർത്തകരെല്ലാം പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മള് പ്ലാസ്റ്റിക്കിനെ മാത്രമായിട്ട് കാണണ്ട, ഏത് വേസ്റ്റിനെയും നമുക്ക് അതിനെ കൃത്യമായിട്ട് വെൽത്തായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ടെക്നോളജി ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഫുഡ് വേസ്റ്റ്, വെജിറ്റബിൾ വേസ്റ്റ്, ഫിഷ് വേസ്റ്റ്, ചിക്കൻ വേസ്റ്റ്, അനിമൽ സ്ലോട്ടർ വേസ്റ്റ്, ഇതെല്ലാം വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് 1 കിലോ മീറ്റിന് നമ്മൾ 350 രൂപയാണ് പേ ചെയ്യുന്നതെങ്കിൽ കൃത്യമായിട്ട് അതിന്റെ ബ്ലഡ് GMP പ്രാക്ടീസ് അനുസരിച്ച് വേർതിരിച്ച് ബയോ പ്രോഡക്റ്റുകളുടെ ഇൻഗ്രീഡിയന്റ് ആയിട്ട് ബ്രോത്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗെറ്റ് പെർ kg 3500 രൂപയിലധികം, 3500 മുതൽ 5000 രൂപ വരെ വില കിട്ടുന്നതാണ്. അപ്പൊ ഇത് ജോൺ സാർ എന്നോട് പറഞ്ഞത് പ്ലാസ്റ്റിക്കിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഈ പ്ലാസ്റ്റിക് അജൈവ മാലിന്യങ്ങളിൽ പെടുന്നതാണ്. ഇതിനൊപ്പം മെറ്റല്, വേസ്റ്റ്, ഗ്ലാസ്, കൺസ്ട്രക്ഷൻ ആൻഡ് ഡെമോളിഷൻ വേസ്റ്റ്, ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി സാധനങ്ങളെല്ലാം ഈ ഒരു ഇനോർഗാനിക് വേസ്റ്റിൽ പെടുന്നതാണ്. നമുക്ക് ആദ്യം പ്ലാസ്റ്റിക്കിലേക്ക് തന്നെ വരാം. പ്ലാസ്റ്റിക് ഈ അജൈവ മാലിന്യങ്ങളിൽ, ഇനോർഗാനിക് വേസ്റ്റിൽ വരുന്ന ഒരു ഘടകമാണ്. പ്ലാസ്റ്റിക്കിന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മള് ഈ ഒരു മീറ്റിംഗിന്റെ തുടക്കത്തിലുള്ള സംഭാഷണത്തിൽ തന്നെ നമ്മള് ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. റീസൈക്ലിങ്ങിനെ കുറിച്ച് പറഞ്ഞു. റീസൈക്ലിങ് നമുക്ക് ആക്ച്വലി ഒരു പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് ആയിട്ട് വരുന്ന സിംഗിൾ യൂസ് ഉൾപ്പെടെയുള്ള സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിനെ ഓൾമോസ്റ്റ് റീസൈക്കിൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആണ്. അപ്പോൾ അപ്സൈക്ലിങ്ങും ഡൗൺ സൈക്ലിങ്ങും നമുക്ക് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോ ഇതിൽ ചെയ്യുന്ന ഒരു കാര്യം, ഇതിനെ കൺവേർട്ടിംഗ് ടു ഓയിൽസ്, ഇത് പെട്രോളിയം ബൈ പ്രോഡക്റ്റുകളുടെ ഭാഗമാണ്. ഇപ്പോ ഒരു 100 ലിറ്റർ ഓയില് നമ്മൾ റിഫൈൻ ചെയ്യുമ്പോൾ അതിൽ 3 ലിറ്റർ പ്രോഡക്റ്റുകൾ വിൽ ഗോ ടു മേക്കിംഗ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പ്ലാസ്റ്റിക്കുകൾ. നമ്മൾ പ്രതിദിനം ഹലോ, ഞാൻ ഒഡിബിൾ ആണോ? കേൾക്കാം സാർ. ഹലോ, കേൾക്കാം സാർ. കേൾക്കാം സാർ. കേൾക്കാം. അപ്പൊ 100 ലിറ്ററിന് 3 ലിറ്റർ പ്രോഡക്റ്റുകൾ പ്ലാസ്റ്റിക് സ്ട്രീമിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം മില്യൺസ് ഓഫ് ലിറ്റേഴ്സ് ആണ് നമ്മൾ പ്ലാസ്റ്റിക് ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നത്. അതിലൊരു പോർഷൻ ആണ് നമ്മൾ പ്ലാസ്റ്റിക് ആയിട്ട് എടുക്കുന്നത്. ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ഒരു കുഴപ്പം, അതിന്റെ തിക്നെസ് വളരെ കുറവാണ്. സോ നമ്മൾ ഒരു വലിയ വോളിയം, ഒരു ട്രക്ക് ഫുൾ ആയിട്ട് കളക്ട് ചെയ്താൽ പോലും അത് മേ ബി 100 kg 200 kg എത്തുന്നുള്ളൂ. അപ്പൊ ഇതിനെ എന്ത് ചെയ്യും? ഇതൊരു വലിയ പ്രസിംഗ് ഇഷ്യൂ ആണ്. നമ്മൾ ഷ്രെഡ് ചെയ്ത് ടാറിന്റെ കൂടെ ഉപയോഗിച്ച് റോഡ് ടാർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു, അതൊരു യൂസ്. അല്ലെങ്കിൽ പൈറോളിസിസ് ഓയിൽ, ഡീസലിനോ ഫർണസ് ഓയിലിനോ തുല്യമായ പൈറോളിസിസ് ഓയിലായിട്ട് നമ്മൾ ഇതിനെ മാറ്റുന്നു. അത് കുറച്ചുകൂടി അടുത്ത ഒരു സ്റ്റേജ്. ഇത് ഇൻഡസ്ട്രിയൽ ഫീഡ് സ്റ്റോക്ക് ആയിട്ട് തിരിച്ചു മാറ്റാൻ പറ്റുമോ? അത് യൂറോപ്യൻ കൺട്രീസിലും US ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഇത്തരമുള്ള സാധനങ്ങളെ ഒക്കെ കളക്ട് ചെയ്തിട്ട് നേരെ നമ്മള്
മീഥെയിൻ, ഹൈഡ്രജൻ, കാർബൺ, എലമെന്റൽ റീസൈക്ലിംഗ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗിൽ ഡെവലപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജി. ഇപ്പൊ നമ്മുടെ ആലപ്പുഴയിൽ തന്നെ മൊഹമ്മയിൽ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അവര് ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് യൂണിറ്റ് സ്ഥാപിക്കാം. അത് റീസൈക്ലിംഗ് എന്നതിനേക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് കൺവേർഷൻ ടു ഫ്യൂവൽ. ഇപ്പോ സസ്റ്റൈനബിൾ ഫ്യൂവലിന്റെ കൂട്ടത്തിലാണ് പൈറോളിസിസ് ഓയിലിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഡീസലിനും പെട്രോളിനും ഒക്കെ ടാക്സ് നമുക്കറിയാം. പക്ഷെ ഇത് പൈറോളിസിസ് ഓയിൽ ആയി കഴിഞ്ഞാൽ 5% ടാക്സ് മാത്രമേ ഉള്ളൂ. അതിനെ പെർ kg 10 രൂപ വെച്ചിട്ട് മുനിസിപ്പാലിറ്റി, പഞ്ചായത്തൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇതിനെ ഡിസ്പോസ് ചെയ്യുന്നത്. ഇത് വളരെ ലുക്രേറ്റീവ് ആയ ഒരു ഇൻഡസ്ട്രിയാണ്. നമുക്ക് JCCയിൽ തന്നെ ബിസിനസ്സിനോട് താല്പര്യമുള്ളവരോ അല്ലെ പുറത്തുനിന്ന് ഇപ്പൊ ഇങ്ങോട്ട് ഈ ഒരു കോവിഡ് ക്രൈസിസില് നമ്മുടെ കേരളത്തിലേക്ക് എത്തിയവർക്കും ഒക്കെ കടന്നു വരാവുന്ന അത്യന്തം ലുക്രേറ്റീവായ ഒരു മേഖലയാണ്. ഇതില് എലമെന്റൽ സൈക്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും ഞാൻ ജനറലി ഒരു ഇനോർഗാനിക് വേസ്റ്റില് നമ്മൾ ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ റീസൈക്ലിംഗ് ചെയ്യുന്നത് കാണുന്നത് പെറ്റ് ബോട്ടിൽസ് ആണ്. പെറ്റ് ബോട്ടിൽസ് പോളിപ്രൊപ്പിലിൻ ആണ്. നമ്മൾ പെറുക്കി കൊടുക്കുന്ന ആൾക്ക് 10 രൂപ 12 രൂപ പെർ kgക്ക് കിട്ടും. അത് കോമ്പാക്ട് ചെയ്ത് ബ്ലോക്ക് ആക്കി കൊടുക്കുന്ന മർച്ചന്റിന് കിലോയ്ക്ക് 20 രൂപ കിട്ടും. ഇത് വാഷ് ചെയ്ത് ചിപ്സ് ആക്കി റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട് മുതൽ രാജസ്ഥാൻ വരെയുള്ള ഫാക്ടറികളിൽ നമ്മൾ എത്തിക്കുമ്പോൾ ആ ലാൻഡിങ് പോയിന്റിൽ അവർക്ക് കിട്ടുന്നത് കിലോയ്ക്ക് 65 റുപ്പീസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു വാല്യൂ നമുക്ക് നന്നായി അറിയാം. അൺലെസ് ആൻഡ് അതർവൈസ് പെട്രോളിയം പ്രോഡക്റ്റിന് അല്ലെ ക്രൂഡിന് വില വളരെ കുറഞ്ഞിരിക്കുമ്പോഴല്ലെങ്കിൽ മാർക്കറ്റിൽ ഈ പ്രൈസ് ഉള്ളതാണ്. പിന്നെ നമ്മൾ എനിക്ക് തന്നിരിക്കുന്ന 10 മിനിറ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള ഒരു വേസ്റ്റുകളുടെ അപ്സൈക്ലിങ്ങിനെ റീസൈക്ലിങ്ങിനെയും കുറിച്ച് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെറ്റൽസ് നമുക്കുണ്ട്. അലൂമിനിയം ക്യാൻസ് ഉണ്ട്, അയൺ ഉണ്ട്, കോപ്പർ ഉണ്ട്. ഇതൊക്കെ കൃത്യമായിട്ട് നമ്മുടെ നാട്ടില് ഈ ആക്രിവർക്കലുകാരെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രെയിൻ മെയിൻ ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് ഈ ഇത് കൃത്യമായി കളക്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകും. പേപ്പറിന് എന്ത് സംഭവിക്കുന്നു നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവും. അത് കൃത്യമായി കളക്ട് ചെയ്ത് നമ്മുടെ നോട്ടീസ് പേപ്പറിന്റെ, കാർഡ്ബോർഡിന്റെയോ അല്ലെങ്കിൽ ടേബിളിന്റെ മുഖത്ത് സ്പ്രെഡ് ചെയ്യുന്ന പേപ്പറുകളുടെ ഒക്കെ രൂപത്തിൽ നമ്മൾക്ക് തിരിച്ചു തരുന്ന 6 ഫാക്ടറികൾ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏറ്റവും അടുത്തുള്ളത് ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന പേപ്പർ റീസൈക്ലിംഗ് ഫാക്ടറിയാണ്. പിന്നെ കൺസ്ട്രക്ഷൻ ആൻഡ് ഡിമോളിഷൻ വേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ഒരിക്കൽ ഉപയോഗിച്ച കോൺക്രീറ്റ് മരടില് നമ്മൾ കണ്ടു. മരടില് നമ്മൾ ഡിസ്ട്രോയ് ചെയ്ത ഫ്ലാറ്റിന്റെ അയൺ മുഴുവൻ കമ്പികൾ മുഴുവൻ നമ്മൾ തിരിച്ചെടുത്ത് റീസൈക്കിൾ ചെയ്തു. കോൺക്രീറ്റ് പാർട്ടുകളെ ഗ്രൈൻഡ് ചെയ്ത് തിരിച്ച് സാൻഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ ഇൻഡസ്ട്രികളിലേക്ക് നമ്മൾ നൽകിയിട്ടുണ്ട്. ഗ്ലാസ്, ഇപ്പൊ നമ്മൾ ഗ്ലാസ് ഒരു കിലോയ്ക്ക് 2-3 രൂപ മാത്രം വില കിട്ടുന്ന ഒരു വേസ്റ്റ് ആണ്. പലപ്പോഴും അത് എടുത്തുകൊണ്ട് പോകാൻ ആളില്ല. പക്ഷെ ബിയർ കുപ്പികൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഒരെണ്ണത്തിന് 3 രൂപ 3.5 രൂപ വരെ കിട്ടും. കാരണം അത് തിരിച്ച് ഒരു ബിയർ കുപ്പി നമ്മുടെ യുണൈറ്റഡ് ബ്രൂവറീസ് പോലെയുള്ള ഒരു ബ്രൂവറിയിൽ എത്തുമ്പം 6 രൂപയാണ് കമ്പനി അതിന് പേ ചെയ്യുന്നത്. മാർക്കറ്റിൽ ഡൗൺ ലൈനിൽ നമുക്ക് 1 to 3 റുപ്പീസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മർച്ചന്റ് നമുക്ക് കിട്ടും. പിന്നെ ഇലക്ട്രോണിക് വേസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രോണിക് വേസ്റ്റില് അത് അത്യന്തം അപകടകരമായ ഒരു മാലിന്യമാണ് ഈ വേസ്റ്റ്. അത് എല്ലാ ദിവസവും നമ്മൾ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ പവർ ചെയ്യുന്ന ഡിവൈസുകളും അല്ലെ ബാറ്ററികളും ബാക്കപ്പ് പവർ കൊടുക്കുന്ന ഡിവൈസുകളും ഒക്കെ ഉപയോഗിക്കുന്ന മെറ്റലുകൾ വളരെയധികം ടോക്സിക്കും ഹസാഡസുമായിട്ടുള്ള ഹെവി മെറ്റൽസ് ആണ്. അതിന്റെ റീസൈക്ലിംഗും വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ്. ജപ്പാനിലെ ഈ ഒളിമ്പിക്സിനുള്ള എല്ലാ മെഡലുകളും ജപ്പാനിൽ ക്രിയേറ്റ് ചെയ്തത് അല്ലെ ഗോൾഡ് എല്ലാം അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തത് ജപ്പാനിലെ EVSൽ നിന്നാണ്. അപ്പോ കേരളത്തിലും ഇതിന് കളക്ഷനും സെഗ്രിഗേഷനും നന്നായിട്ട് നടക്കുന്നുണ്ട്. ലെഡ് ആസിഡ് ബാറ്ററീസ്, നമ്മൾ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ബാറ്ററികളിൽ നിന്ന് ലെഡ് റിക്ലൈം ചെയ്യുന്ന 6 ഫാക്ടറികളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. നിലവിൽ ഒരെണ്ണം മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷെ കേരളത്തിന് പുറത്ത് ഇത്ര വലിയ ഇൻഡസ്ട്രീസ് വലിയ തോതിൽ വർദ്ധിച്ച് വരുന്നുണ്ട്. അപ്പോ ഈ ഫുഡ് പ്രോസസ്സിന്റെ കേസിന് ഫുഡിന്റെ വേസ്റ്റിനെ നമ്മൾ കമ്പോസ്റ്റ് ചെയ്യാൻ മാത്രമേ നമ്മൾ അറിഞ്ഞിരുന്നുള്ളൂ. പക്ഷേ യൂറോപ്പിലും ആഫ്രിക്കയിലും ഏഷ്യൻ രാജ്യങ്ങളിലും ഒക്കെ വ്യാപകമായിട്ട് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഈച്ച, ആ ഈച്ച ഒരിക്കലും ഈച്ച ആയിരിക്കുമ്പോൾ ഫുഡ് കഴിക്കില്ല. അതിന്റെ ലാർവ ആയിരിക്കുമ്പോൾ മാത്രമേ കഴിക്കുള്ളൂ. അതിന്റെ മുട്ടകളെ ഫുഡ് വേസ്റ്റിനുള്ളിൽ വളർത്തി ലാർവയാക്കി പ്രോട്ടീൻ ആക്കി
കിലോയ്ക്ക് 80-100 രൂപയ്ക്ക് വിൽക്കുകയും ഇതിനെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് 250-300 രൂപയ്ക്ക് പെർ kgക്ക് ഈ ലാർവയെ വിൽക്കുകയും ചെയ്യുന്ന ഒരു ബിസിനസ് കേരളത്തിലും വളരെ വേഗം ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ചിക്കൻ വേസ്റ്റിൽ നിന്നും നമ്മൾ എന്ത് കിട്ടുമെന്ന് ആലോചിക്കുമ്പോൾ ആലപ്പുഴയുടെ ഒരു പ്രശ്നമാണ് പലയിടത്തും ചിക്കൻ വേസ്റ്റ് വലിച്ചെറിയുന്നത്. പക്ഷെ കഴിഞ്ഞ 1.5 കൊല്ലത്തിനിടയ്ക്ക് 12 ടൺ പെർ ഡേ ചിക്കൻ വേസ്റ്റ് നമ്മൾ എറണാകുളത്തെ ഓർഗാനോ ഫെർട്ടിലൈസറിൽ കൊണ്ടുപോയി പ്രോട്ടീൻ ഓയിലുമായിട്ട് മാറ്റുന്നുണ്ട്. ഈ മീൻ വെട്ടിയ വേസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? വല്ല മുഷിയ വളർത്തുന്നവർക്കും കൊടുക്കേണ്ടത് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ പെർ ഡേ 7 ടണ്ണോളം ഫിഷ് വേസ്റ്റ് കൃത്യമായിട്ട് 12 രൂപ മുതൽ 15 രൂപ വരെ കിലോയ്ക്ക് കൊടുത്ത് ഫിഷ് പ്രോട്ടീൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അർബി അക്വാട്ടിക് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഒട്ടനവധി റീസൈക്ലിംഗ് ആക്ടിവിറ്റി, പ്രോസസിങ് ആക്ടിവിറ്റി, വാല്യൂ അഡീഷൻ ആക്ടിവിറ്റി, അപ്സൈക്ലിംഗ് ആക്ടിവിറ്റീസ് നമ്മുടെ വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രീമില് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ എനിക്ക് തന്നിരിക്കുന്ന സമയം പരിമിതമായതുകൊണ്ട് ഞാൻ ഒന്ന് ചോദ്യങ്ങൾക്ക് വേണ്ടി നിർത്തുന്നു. ഞാൻ ഏതെങ്കിലും ഒരു സെക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ജോൺ സാറെ പറയും. താങ്ക് യു ബിജു സാർ. അത് ചുരുങ്ങിയ സമയത്തില് വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടാണ് സംസാരിച്ചത്. സാറ് വെയിറ്റ് ചെയ്യുന്നെങ്കിൽ മറ്റു സ്പീക്കേഴ്സിന് ശേഷം നമ്മൾ കുട്ടികളുടെ ചോദ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. സാറ് വെയിറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സാറിന് ഇപ്പൊ ചോദ്യങ്ങളാവാം. സാറിന് അതിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്. കുട്ടികളാണ്, സ്റ്റുഡൻസ് ആണ് അവര്. ഒരു വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് സർ. സാറെ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ ഒരു വെബിനാറിൽ നിന്ന് ഒന്ന് ചാടി വന്നിട്ടാണ് ശിവ സാർ വിളിച്ചപ്പോ ഇങ്ങോട്ട് എത്തിയത്. എന്നാൽ നൗ ഇറ്റ്സ് ടേൺ ഫോർ ദ NSS വോളണ്ടിയേഴ്സ്. മെയിൻ ആയിട്ട് NSS വോളണ്ടിയേഴ്സ് അല്ല, ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആർക്കും ഈ റീസൈക്ലിംഗ് ആൻഡ് റീസൈക്ലിംഗ് റിലേറ്റഡ് ടു റവന്യൂ ജനറേഷനെ കുറിച്ച് ചോദ്യങ്ങൾ ഉള്ളവർക്ക് ഇപ്പൊ ചോദിക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ മൈക്ക് തനിയെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. വി ആർ വെയിറ്റിംഗ്. ഇല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുകയാണെങ്കിലും മതി. നമ്മൾ അത് ചോദ്യങ്ങൾ ചോദിച്ചോളാം പാനലിസ്റ്റുകളോട്. കൂടുതൽ ചോദ്യങ്ങൾ വരേണ്ടത് വിദ്യാർത്ഥികളായിരിക്കുന്ന NSS വോളണ്ടിയേഴ്സിൽ നിന്ന് തന്നെയാണ്. കാര്യം ഇന്ത്യയിൽ തന്നെ ഏത് പ്രോജക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിനെ സമൂഹം മധ്യത്തിലേക്ക് കൊണ്ടുചെല്ലുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതും പങ്കാളിത്തം ഉണ്ടാകുന്നതും NSSന്റെ യൂണിറ്റിലാണ്. അതില് സെന്റ് ജോസഫ്സ് കോളേജ് യൂണിറ്റ് ഒട്ടും പുറകിലല്ല. അപ്പൊ ആ ഒരു സജീവതയും പങ്കാളിത്തവും ഇവിടെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യു മേ ആസ്ക് ക്വസ്റ്റ്യൻസ് നൗ. വോളണ്ടിയേഴ്സ്. ജോൺ സാറെ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്താൽ മതി, ഈ പ്രസന്റേഷന് ശേഷം ഞാനും തിരിച്ചു വരാം. പ്രസന്റേഷനിലേക്ക് കടന്നോട്ടെ. ഓക്കെ സർ. ഓക്കെ സർ. നൗ ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്ററായ ബഹുമാനപ്പെട്ട രാജേഷ് സാറുണ്ട്. സാറ് ഇപ്പോ നമ്മളുമായിട്ട് സംസാരിക്കും. രാജേഷ് സാർ, എങ്ങനെയാണ് നമുക്ക് ഇത് ഗ്രീനറിയിലേക്ക് ഇതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ചൊന്ന് സംസാരിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. നമസ്കാരം. ഈ വെബിനാറിൽ അധ്യക്ഷത വഹിക്കുന്ന JCI ആലപ്പുഴയുടെ പ്രസിഡന്റ് ശ്രീമതി ലാലി, ശ്രീ ജോൺ, അതോടൊപ്പം ഈ സെമിനാർ വെബിനാർ ഉദ്ഘാടനം ചെയ്ത ശ്രീ ജെയിംസ്, ഡോക്ടർ സുജിത്ത്, പ്രിയമുള്ള JCI അംഗങ്ങൾ, അതോടൊപ്പം തന്നെ ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന NSSന്റെ പ്രധാന പ്രവർത്തകർ. ബിജു സാറ് ഏകദേശം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ വേസ്റ്റുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അതിനകത്തേക്ക് കടക്കാം. ഒന്ന്, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 48A പ്രകാരം വേസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ചുമതല അതാത് സംസ്ഥാനങ്ങളാണ് വഹിക്കേണ്ടത്. കേൾക്കുന്നുണ്ടോ ജോൺ? ഓഡിബിൾ ആണ്. കണ്ടിന്യൂ ചെയ്തോളൂ. ആർട്ടിക്കിൾ 51A പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും ചുമതല കൂടിയാണ് പരിസ്ഥിതി സംരക്ഷണം. മാത്രമല്ല മറ്റൊരു ആർട്ടിക്കിളിൽ ഇതിനു ആവശ്യമായിട്ടുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ഉത്തരവാദിത്വം ഇന്ത്യൻ പാർലമെന്റിനാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും, ഓരോ പൗരന്മാർക്കും, സംസ്ഥാന ഗവൺമെന്റിനും കേന്ദ്ര ഗവൺമെന്റിനും ഒക്കെ ഇത് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളുടെയും ഏറ്റവും വലിയ വെല്ലുവിളിയാണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഹരിത കേരള മിഷൻ രൂപീകരിച്ചതിന് ശേഷം കഴിഞ്ഞ 3 വർഷക്കാലമായി നാം ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ, എൻ്റെ ഒന്നാമത്തെ ഉപമിഷനായിട്ടുള്ള ശുചിത്വ മിഷനുമായിട്ട് ചേർന്ന് ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു പ്രശ്നം. ഇപ്പൊ ബിജു സാർ ഇവിടെ പ്ലാസ്റ്റിക് വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു. പെട്രോളിന്റെ കോൾട്ടാർ ഡിസ്റ്റിലേഷന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പറഞ്ഞു. തീർച്ചയായിട്ടും കഴിഞ്ഞ 3 വർഷക്കാലം കൊണ്ട് ആലപ്പുഴ ജില്ലയിൽ ഹരിത കേരള മിഷൻ മുന്നോട്ട് വെച്ചത് വികേന്ദ്രീകൃത മാലിന്യ സംസ്കരണമാണ്. അതിന് ആലപ്പുഴയായിട്ടുള്ള ഒരു മാതൃകയുമുണ്ട്. അത് ജൈവമാലിന്യത്തിന്റെ കാര്യത്തിലാണ് നാം മാതൃക തുടങ്ങിയതെങ്കിൽ പിന്നീട് ജൈവ മാലിന്യം പ്ലാസ്റ്റിക്കിന്റെ അടക്കമുള്ള വേസ്റ്റിലേക്കും ആ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും വന്നുപോയിക്കുകയാണ് ഉണ്ടായത്. ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഇന്ന് 19 മിനി MCFകൾ, ആ ചെറുതും വലുതുമായ 19 MCFകൾ ഉണ്ട്. പ്ലാസ്റ്റിക് ശുചിയാക്കിയ പ്ലാസ്റ്റിക് ശേഖരിച്ചു വെക്കുവാനുള്ള കേന്ദ്രങ്ങളാണ് MCFകൾ എന്ന് പറയുന്നത്. അവിടെ എത്തുന്ന പ്ലാസ്റ്റിക് എങ്ങനെ നമുക്ക് വെൽത്താക്കി എടുക്കാം എന്നുള്ളതാണ്. ആലപ്പുഴ മാതൃകയല്ല, ആലപ്പുഴ യൂസർ ഫീ അടക്കം കളക്ട് ചെയ്യാതെ ഒരു സംവിധാനമാണ് നാളിതുവരെ സ്വീകരിച്ചത്. ഇപ്പോൾ യൂസർ ഫീ ഈടാക്കി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ ജില്ലയിൽ തന്നെ ഒരു ഗ്രാമപഞ്ചായത്ത്, നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് ശുചിയാക്കിയത് കളക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഹരിതകർമ്മ സേന എന്ന് പറഞ്ഞ കുടുംബശ്രീ സംവിധാനത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് ഉള്ള വനിതകളെയാണ് തെരഞ്ഞെടുത്ത് പരിശീലനം നൽകിയത്. അതായത് ഒരു വാർഡിൽ 2 എന്നുള്ള ക്രമത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ട് പരിശീലനം നൽകി. പിന്നീട് റൂൾ പ്രകാരം സർക്കാർ നിശ്ചയിച്ചു തന്നിട്ടുള്ള യൂസർ ഫീ, അത് പഞ്ചായത്തിന് ഇത്ര രൂപ വരെ ആകാമെന്നുണ്ട്, 60 രൂപയിൽ അധികരിക്കാൻ പാടില്ല എന്നുണ്ട്. അപ്പൊ ആ യൂസർ ഫീ പഞ്ചായത്ത് നിശ്ചയിച്ച് അത് പബ്ലിഷ് ചെയ്തു. അതായത് മാസത്തിൽ 2 തവണ നമ്മളൊരു വീട്ടിൽ ഹരിതകർമ്മ സേനാംഗം കടന്നു വരും, വീട്ടില് അല്ലെങ്കിൽ ഷോപ്പുകളിൽ. അവിടെ വന്ന് 40 രൂപ അല്ലെങ്കിൽ 30 രൂപ അല്ലെങ്കിൽ 20 രൂപ പഞ്ചായത്ത് നിശ്ചയിച്ച ആ ചെറിയ തുക യൂസർ ഫീ വാങ്ങിക്കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ശുചിയാക്കി വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു കൊണ്ടുപോകുന്ന സംവിധാനമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ എങ്ങനെ നമുക്ക് 2ാം ലോകമഹായുദ്ധ കാലത്തിന് ശേഷമാണ് യഥാർത്ഥത്തിൽ ഈ വേസ്റ്റിൽ നിന്ന്, അതായത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ ഇല്ലാതായതിനെ തുടർന്നാണ് വേസ്റ്റിൽ നിന്ന് എങ്ങനെ നമുക്ക് പണം ഉണ്ടാക്കിയെടുക്കാം, അത് നമ്മുടെ വെൽത്തായി എങ്ങനെ മാറുന്നു, അല്ലെങ്കിൽ വേസ്റ്റും ആരോഗ്യവുമായിട്ട് പരസ്പര പൂരകങ്ങളാണ്. അതും ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. അപ്പൊ തെറ്റായ വേസ്റ്റ് മാനേജ്മെന്റ്, അതായത് പ്ലാസ്റ്റിക് കത്തിക്കുന്നു, അങ്ങനെ കത്തിക്കുന്നതിൽ ഉണ്ടാകുന്ന വലിയ വിഷവാതകങ്ങളടക്കം ഹൈഡ്രജൻ ഓക്സൈഡും സൾഫർ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും അടക്കമുള്ള ഡയോക്സിനുകളും ഫ്യൂറാനുകളും അടക്കമുള്ള വിഷവാതകങ്ങൾ മാരകമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു എന്ന് WHO അടക്കം അസന്നിഗ്ധമായിട്ട് കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും 2 ഡസനിലധികം മാരകമായ രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം തെറ്റായ വേസ്റ്റ് മാനേജ്മെന്റ് തന്നെയാണ്. അപ്പോൾ വേസ്റ്റ് ശാസ്ത്രീയമായിട്ട് സംസ്കരിച്ചുകൊണ്ട് അതെങ്ങനെ നമുക്ക് പണമാക്കി മാറ്റാം, അല്ലെങ്കിൽ ലോകത്തിന്റെ നിലനിൽപ്പിന് എങ്ങനെ, അല്ലെങ്കിൽ മനുഷ്യ നിലനിൽപ്പിന് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് എങ്ങനെ അത് ഗുണകരമാക്കി എടുക്കാം എന്നുള്ളതാണ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം അത് നമുക്ക് പണമാക്കി മാറ്റിയെടുക്കാം എങ്ങനെ കഴിയും. ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ടും ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക്, അതായത് നമ്മൾ ഉറവിടത്തിൽ തന്നെ വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. അത് തരംതിരിച്ചാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പാലിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ തരംതിരിച്ച മാലിന്യങ്ങൾ, ഇപ്പൊ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ തന്നെ ബിജു സാറ് ഈ വേസ്റ്റിന്റെ അടക്കം കാര്യങ്ങൾ പറഞ്ഞു. പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ അത് HDP, LDP, അതുപോലെ ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ, ലോ ഡെൻസിറ്റി പോളിയെത്തിലീൻ, അങ്ങനെ പല ഇതായി തിരിക്കും. അപ്പം കട്ടികൂടിയ പ്ലാസ്റ്റിക്കുകൾക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ പ്ലാസ്റ്റിക്കുകൾക്ക് വില കിട്ടും. നമ്മുടെ പെറ്റ് ബോട്ടിൽസ്, പോളി എത്തിലീൻ ടെറിത്താലേറ്റ് എന്ന് പറയുന്നതാണ് പെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. ആ ബോട്ടിൽസിനടക്കം കിലോയ്ക്ക് 17 രൂപ അടക്കം തന്നുകൊണ്ട് നമ്മൾ സർക്കാർ അംഗീകരിച്ച നിരക്ക് തന്നുകൊണ്ട് ക്ലീൻ കേരള കമ്പനിയും മറ്റ് അംഗീകൃത സ്ഥാപനങ്ങളും കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ മിൽമ കവറുകൾക്ക് അതിന് വില കിട്ടുന്നതാണ്. ഏറ്റവും കനം കുറഞ്ഞ നിരോധിക്കപ്പെട്ട അടക്കം നമ്മളിപ്പോഴും പറയുമല്ലോ, ഇപ്പൊ ഈ കിറ്റുകൾ, പ്ലാസ്റ്റിക് കിറ്റുകൾ ഇവിടെ സാധാരണ വ്യാപകമായിട്ട് കാണുന്ന കിറ്റുകൾ, അതായത് 50 മൈക്രോണിന് താഴെയുള്ളവ നേരത്തെ തന്നെ സർക്കാർ നിരോധിച്ചിരുന്നതാണ്. പക്ഷെ ഇവിടെ 50 മൈക്രോണിന് മുകളിലാണെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ വിറ്റിരുന്ന എല്ലാ പ്ലാസ്റ്റിക് കവറുകൾ, ബഹുഭൂരിപക്ഷം പ്ലാസ്റ്റിക് കവറുകളും 50 മൈക്രോണിൽ താഴെ മാത്രം, അതിൽ എഴുതി വെക്കുക മാത്രമാണ് 50 മൈക്രോണിന് മുകളിലാണ്, അല്ലെങ്കിൽ ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റും. അപ്പൊ റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത അത്തരം കവറുകളാണ് നമ്മൾ കളക്ട് ചെയ്ത് ഹരിതകർമ്മ സേനാംഗങ്ങൾ വഴി കളക്ട് ചെയ്ത് MCFൽ എത്തിച്ചിട്ട് അവിടെ നിന്ന് ഒരു ബ്ലോക്കിൽ മിനിമം 1 എന്നുള്ള നിലയിലടക്കമുള്ള
RRFകൾ, അതായത് റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി, അതായത് ഈ പ്ലാസ്റ്റിക്കുകൾ ഷ്രെഡ് ചെയ്ത്, അതായത് കൊച്ചു കൊച്ചു കഷ്ണങ്ങളായിട്ട് നുറുക്കുന്നു. അങ്ങനെ നുറുക്കിയ പ്ലാസ്റ്റിക്കാണ് നമ്മൾ റോഡ് ടാറിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വലിയ ഒരു പ്ലാസ്റ്റിക്കിന്റെ മാലിന്യത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുന്നു. ആ ഷ്രെഡ് ചെയ്ത പ്ലാസ്റ്റിക് ഉപയോഗിച്ച് റോഡ് ടാർ ചെയ്യുന്നു. ആ റോഡ് ടാർ ചെയ്യുമ്പോൾ അത്രയും ടാർ ലാഭമാകുന്നു. ഈ ഷ്രെഡ് ചെയ്ത പ്ലാസ്റ്റിക്കിന് കിലോയ്ക്ക് 20 രൂപ വെച്ചിട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നു. അങ്ങനെ അവരുടെ ഒരു ജീവിതോപാധിയായിട്ട് ഇത് മാറുന്നു. ഒരു വലിയ തുകയല്ല, ചെറിയ തുകയാണ് കിട്ടുക. കാരണം നമുക്കറിയാം 100 കിലോ ടാറ് വേണ്ട സ്ഥലത്ത്, അല്ലെങ്കിൽ 100 ലിറ്റർ ടാറ് വേണ്ട സ്ഥലത്ത് അതിന്റെ 8% മാത്രമാണ്. അതായത് 8 കിലോ അല്ലെങ്കിൽ 8 ലിറ്റർ എന്നുള്ള കണക്കിലാണ് നമുക്ക് ഷ്രെഡ് ചെയ്ത പ്ലാസ്റ്റിക് 8 കിലോ പ്ലാസ്റ്റിക് ആണ് നമുക്ക് 100 കിലോ ടാറിന് ചേർക്കുവാൻ കഴിയുക. അതിൽ കൂടിയാലും കുറഞ്ഞാലും നമ്മൾ റോഡിന്റെ ഈ ടാറിങ്ങിന്റെ ക്വാളിറ്റി മോശമാകും. അപ്പൊ അത്തരം കാര്യങ്ങളടക്കം ചെയ്തുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ഇത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വലിച്ചെറിയപ്പെടുന്ന ഒരു ശീലത്തിലേക്ക്, നമുക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ ആളുകൾ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, പ്രബുദ്ധരായിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് കേരളത്തിലുള്ള ജനങ്ങൾ തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഇത്തരം മാലിന്യങ്ങൾ ആരും കാണാതെ പൊതുനിരത്തുകളിലേക്ക് വലിച്ചെറിയുന്നത്, അന്യന്റെ പറമ്പിലേക്ക്, ആളില്ലാ പറമ്പിലേക്ക് വലിച്ചെറിയുന്നതും പൊതുജലാശയങ്ങളിലേക്ക് ഒഴുക്കിവിടുന്നതും നമ്മുടെ ഈ പ്രബുദ്ധരായിട്ടുള്ള ജനത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് കപട സംസ്കാരത്തിന്റെ മൂല്യബോധമാണ് കേരളത്തിലുള്ള വലിയൊരു വിഭാഗം ആളുകൾ പ്രകടിപ്പിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ അതിൽ നിന്ന് ഒരു വലിയ മാറ്റം, അത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്നു. അതുകൊണ്ട് തന്നെ ചില ഹരിത നിയമങ്ങളടക്കമുണ്ട്, എൻഫോഴ്സ്മെന്റ്, ചില നിയമ നടപടികളടക്കം നടത്തിക്കൊണ്ട് ഫൈൻ ചെയ്യാം. നമുക്കറിയാമല്ലോ, ഞാൻ നേരത്തെ ആദ്യം ഭരണഘടനയെ കുറിച്ച് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചു. അപ്പോൾ 1972 സ്റ്റോക്ക്ഹോമിലാണ് ഇത്തരത്തിൽ പ്രകൃതി സംരക്ഷണത്തിൽ, പരിസ്ഥിതി സംരക്ഷിക്കുവാൻ ആവശ്യമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഒരു ചർച്ച ഉണ്ടാവുകയും 1974 അങ്ങനെയാണ് ജലമലിനീകരണ നിയന്ത്രണ നിയമം രാജ്യത്ത് ആദ്യമായിട്ട് രൂപീകരിച്ചത്. 81 വായു മലിനീകരണ നിയന്ത്രണ നിയമം കൊണ്ടുവന്നു. 86 പരിസ്ഥിതി സംരക്ഷണ നിയമം കൊണ്ടുവന്നു. അത് പിന്നീട് 94 പഞ്ചായത്ത് രാജ് നിയമങ്ങൾ വന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് ഒരുപാട് നിയമങ്ങൾ, 2006 ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് വന്നു. 2010 11 കേരള പോലീസ് ആക്ട്, അങ്ങനെ ഓരോന്നും നിയമങ്ങൾ കൊണ്ടുവന്നു. പക്ഷേ 2015 വരെ നമുക്ക് ഈ നിയമങ്ങൾ കർക്കശനമാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം നമ്മുടെ ആവശ്യമായിട്ടുള്ള അനുബന്ധ ചട്ടങ്ങൾ, റൂൾസ് ഇല്ലാതിരുന്നുണ്ട്. പക്ഷെ 2016 നമ്മുടെ നിയമസഭ ഏതാണ്ട് എല്ലാ ചട്ടങ്ങളും, നിയമത്തിനനുസരിച്ചിട്ടുള്ള എല്ലാ ചട്ടങ്ങളും രൂപീകരിച്ചു. സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്, പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്, ഹസാർഡസ് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്, അങ്ങനെ എല്ലാ കെമിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ്. അപ്പൊ ഇത്തരം നിയമങ്ങളോട് വന്നതോടുകൂടി ഇന്ന് ഹരിത നിയമം, അതായത് പൊതുനിരത്തിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞാൽ, അല്ലെങ്കിൽ കത്തിച്ചാൽ, അല്ലെങ്കിൽ പൊതുജലാശയങ്ങളിലേക്ക് ഒഴുക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലക്ഷം വരെ ഫൈൻ ഈടാക്കാൻ കഴിയുന്ന രീതിയിലുള്ള, അതുപോലെ തന്നെ ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചുമത്താൻ കഴിയുന്ന ചട്ടങ്ങൾ കൂടി രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു വിവരവിജ്ഞാന പ്രവർത്തനങ്ങൾ, IEC ആക്ടിവിറ്റീസ് പ്രധാനമാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടിയാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ ഇതര വകുപ്പുകളെ, ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ശുചിത്വ മിഷനും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും ആരോഗ്യ വകുപ്പും ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്, അവരെ എല്ലാവരും ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ജില്ലയിൽ ഇപ്പോൾ 64 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ MCFകൾ അടക്കം രൂപീകരിക്കുവാനും 12 RRFകൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത്തരം പ്രവർത്തനങ്ങളല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് എത്രത്തോളം, പറഞ്ഞ പോലെ ബിജു സാറ് ചെറുതായിട്ടെങ്കിലും സൂചിപ്പിച്ചു, നമുക്ക് സമയക്കുറവ് കൊണ്ട് ഞാൻ എത്ര സമയം എടുത്തു, 2 മിനിറ്റും കൂടി എടുത്തുകൊണ്ട് നമുക്ക് ചുരുക്കാം. വ്യത്യസ്തമായ രീതിയിലുള്ള വേസ്റ്റ് ഉണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ഇലക്ട്രോണിക് വേസ്റ്റ് ഉണ്ട്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വേസ്റ്റ്. നമ്മളത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ മുനിസിപ്പൽ തലത്തിൽ അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് വീടുകളിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പഞ്ചായത്തിന്റെ ഘടക സ്ഥാപനങ്ങൾ, അതായത് മറ്റ് സർക്കാർ ഓഫീസുകളിൽ നിന്നാണെങ്കിലും അത് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിലോഗ്രാമിന് 10 രൂപ വെച്ച് നമുക്ക് ലഭിക്കും. അത് സർക്കാരിന്റെ കമ്പനി തന്നെ, ക്ലീൻ കേരള കമ്പനി തന്നെ നമുക്ക് അത് എടുത്തുകൊണ്ട് പോവുകയും അത് ആയാസരഹിതമായി, ചിലത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത് റീസൈക്കിൾ ചെയ്യുക, അല്ലെങ്കിൽ അപായരഹിതമായി ആയാസരഹിതമായിട്ട് അത് നശിപ്പിക്കുന്ന രീതികൾ ആവശ്യപ്പെടി. അതിന് നമുക്ക് 10 രൂപ പഞ്ചായത്തിന് കിട്ടും. ആ 10 രൂപ അങ്ങനെ 1000 കിലോ നമുക്ക് അങ്ങനെ കളക്ട് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ 10000 രൂപ നേരെ ഹരിതകർമ്മ സേനാംഗങ്ങളുടെ അവരുടെ വരുമാനമായിട്ട്, അവർക്ക് വേതനം കൊടുക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചത് അങ്ങനെ നമുക്ക് വലുതാണ്. 10000 അല്ല, ലക്ഷക്കണക്കിന് രൂപ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. പക്ഷെ അതിന് ആവശ്യമായിട്ടുള്ള സ്പെഷ്യൽ താഴെത്തട്ടിൽ ആവശ്യമായിട്ടുള്ള ബോധവൽക്കരണവും അതുപോലെ തന്നെ നമ്മുടെ ശീലവൽക്കരണവും ഒക്കെ പ്രധാനമാണ്. ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷെ
ബിജു സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഹസാഡസ് ആയിട്ടുള്ള വേസ്റ്റുകൾ, അതായത് CFL അടക്കമുള്ള കാര്യങ്ങൾ, ബാറ്ററി അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ വലിയ തുക അങ്ങോട്ട് കൊടുക്കണം. കാരണം ഇത് അപായരഹിതമായിട്ട് ക്യാപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് ഇല്ലാതാക്കുന്നതിനോ നിർവീര്യമാക്കുന്നതിനോ വലിയ തുക ചിലവ് വരും എന്നുള്ളത് കൊണ്ട് 40 രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ചില വിദേശ രാജ്യങ്ങളിലടക്കം ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസേഴ്സ് റെസ്പോൺസിബിലിറ്റി, അതായത് ഉത്പാദിപ്പിക്കുന്നതിന് തന്നെ അത് അവന്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ട് അത് തിരിച്ചെടുക്കണം. അതായത് ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ട്യൂബ് CFL നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ അത് ആ കമ്പനിയിൽ നമ്മൾ വാങ്ങിയ അംഗീകൃത ഡീലർ ആരാണോ അവിടെ തന്നെ തിരികെ വാങ്ങാൻ നിക്ഷേപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ. അപ്പൊ അത് തന്നെ ചില മേഖലകളിൽ നമ്മൾ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതിന് ശ്രമം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുപ്പികളുടെ കാര്യം, മദ്യക്കുപ്പികൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. അപ്പൊ അതിന് വില കിട്ടും, പക്ഷെ ഒരുപാട് ലക്ഷക്കണക്കിന് വലിച്ചെറിയപ്പെടുന്നുണ്ട് ഓരോ ദിവസവും കേരളത്തിന്റെ തെരുവോരങ്ങളിൽ. അപ്പോൾ അങ്ങനെ വലിച്ചെറിയാതിരിക്കുവാൻ, ഇങ്ങനെ വലിച്ചെറിയപ്പെടാതെ ഈ മദ്യക്കുപ്പികൾ അടക്കം നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ കളക്ട് ചെയ്യുന്നു. വീടുകളിൽ ഒരുപാടുണ്ടാവും. അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ചെറിയ തുക ക്ലീൻ കേരള കമ്പനിക്കും ശേഷിക്കുന്ന തുക ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും. പക്ഷെ അത് കളക്ട് ചെയ്തിട്ട് നേരെ കൊടുക്കുന്നത് ബിവറേജസ് കോർപ്പറേഷനാണ്. അപ്പൊ അവരത് വീണ്ടും റീസൈക്കിൾ ചെയ്യുകയോ റീയൂസ് ചെയ്യാൻ പറ്റുന്ന വേണമെങ്കിൽ റീയൂസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു. ഇവിടെ ചില്ലിന്റെ കാര്യം പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഗ്ലാസ് ഫാക്ടറികളില്ല. ആകെ ഉണ്ടായിരുന്നത് ആലപ്പുഴയിലാണ്. അത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ലോക്ക്ഡൌൺ ആയി പോയിട്ടുള്ള എക്സൽ ഗ്ലാസ് ഫാക്ടറിയാണ്. അപ്പൊ ഈ ഗ്ലാസ് നമ്മൾ ഇപ്പോൾ ഇത്തരത്തിലേക്ക് ശേഖരിക്കുവാൻ തുടങ്ങിയിട്ടില്ല. കാരണം പോണ്ടിച്ചേരിയിലും ഹൈദരാബാദിലും നമ്മൾ കൊണ്ടെത്തിക്കേണ്ടി വരും. അപ്പൊ ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് വളരെ കൂടുതലായതുകൊണ്ട് ആണ് നമ്മൾ ആ മേഖലയിലേക്ക് ഇപ്പോൾ കടക്കാതിരിക്കുന്നത്. പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും ഗ്ലാസ് ഫാക്ടറി സ്ഥാപിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിലവിലുള്ളത് ഏറ്റെടുത്ത് അത് മെയിൻ്റനൻസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അതുകൂടി സർക്കാർ ആലോചിച്ച് വരുന്നുണ്ട്. അപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ചില വെല്ലുവിളികൾ കൂടിയുണ്ട്. ഇപ്പൊ വെൽത്ത് എന്നുള്ളത് മാത്രമല്ല, ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ കൂടിയുണ്ട്. മറ്റൊന്ന്, നമ്മളിപ്പോൾ ജൈവമാലിന്യം പ്ലാസ്റ്റിക് മാത്രമാണ് പറഞ്ഞത്. പക്ഷെ വേസ്റ്റ് എന്ന് പറയുമ്പോൾ ജൈവമാലിന്യമുണ്ട്. നമുക്കറിയാം ആലപ്പുഴ ജില്ലയിൽ മാതൃകാപരമെന്ന് നാം ചെയ്ത 36 ആലപ്പുഴ മുനിസിപ്പാലിറ്റി 36 എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകളിലായി 496 ബിന്നുകളുണ്ട്. അപ്പോൾ എല്ലാത്തരം ഭക്ഷ്യ അവശിഷ്ടങ്ങളും നമുക്ക് അതുപോലെ തന്നെ മാർക്കറ്റുകളിൽ നിന്നുള്ള പച്ചക്കറികളുടെ ഇതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ നമുക്കത് നിക്ഷേപിക്കാം, അത് ജൈവ വളമാക്കി മാറ്റാം. പക്ഷെ അത് നമ്മൾ ഇൻഡസ്ട്രിയലായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. ആ ജൈവവളം നമുക്ക് ഇപ്പൊ ചെറിയ സൗകര്യങ്ങൾ, സജ്ജീകരണങ്ങൾ കൂടി നമ്മുടെ ആലുശ്ശേരിയിലുള്ള സ്ഥലത്ത് ചെയ്തു വരികയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇപ്പൊ നമുക്ക് 3 മാസം കഴിയുമ്പോഴേ അത് നമുക്ക് ജൈവ വളമാക്കി മാറി കിട്ടത്തുള്ളൂ പൂർണ്ണമായിട്ടും ഒരു ബിന്നിലുള്ളത്. അത് നിസ്സാരത ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം 12 ദിവസത്തിനകം നമുക്ക് പൂർണ്ണമായിട്ടും ജൈവ വളമാക്കി മാറ്റിയെടുക്കുവാൻ കഴിയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വളം 5 കിലോയുടെ പാക്കറ്റിന് നിസ്സാരമായ വിലയ്ക്ക് ഒരു 10 രൂപയ്ക്കാണെങ്കിൽ വിൽക്കുവാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇപ്പൊ കെമിക്കൽ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട്, രാസവളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നതിന് പകരം നമുക്ക് പച്ചക്കറികളടക്കം ജൈവവളം ഉപയോഗിച്ച് പൂർണ്ണമായിട്ടും ചെയ്യാൻ കഴിയും. ആ ജൈവവളം, അതായത് ടൺ കണക്കിന് ജൈവവളം അതെപ്പോഴും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അത് വെറുതെ കൊടുക്കുകയാണ്. വെറുതെ കൊടുത്താലും പക്ഷെ ചിലതൊക്കെ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത്. നമുക്ക് കുറച്ചുകൂടി അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അതൊരു വരുമാനമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. നമുക്കറിയാൻ കഴിഞ്ഞ ഫ്ലഡിലടക്കം 1648 ടണ്ണാണ് വരുന്ന വേസ്റ്റ് നമ്മുടെ ജില്ലയിൽ ഒരു 27ഓളം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നീക്കം ചെയ്തു. അപ്പൊ അത്രയും വലിയ വേസ്റ്റാണ് അതിന്റെ ഭാഗം. അതിൽ വലിയ ഭാഗവും പ്ലാസ്റ്റിക് ആയിരുന്നു. അതുപോലെ തന്നെ സോഫ്റ്റ് വുഡ് അടക്കമുള്ളവയുണ്ട്. പക്ഷെ അതെല്ലാം നമ്മൾ ഈറോഡ്, ശങ്കരൻകോവിൽ, സേലം തുടങ്ങിയ സ്ഥലത്തെ വലിയ യാർഡുകളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് സെഗ്രിഗേറ്റ് ചെയ്ത് റീസൈക്ലിംഗ് മേഖലയ്ക്ക് പോകാവുന്നതെല്ലാം റീസൈക്ലിംഗ് മേഖലയ്ക്ക് പോകുന്ന രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. സ്ക്രാപ്പ് മർച്ചൻസ് അവരെ നമ്മൾ രജിസ്റ്റർ ചെയ്യിപ്പിച്ചുകൊണ്ട് തന്നെ, നമുക്കറിയാം രജിസ്റ്റർ ചെയ്യാത്ത ആക്രി കച്ചവടക്കാരുണ്ട്, ആക്രി കടക്കാരുണ്ട്. അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളില്ല. പലപ്പോഴും പല ആക്രിക്കടകളും ഇതെല്ലാം എടുക്കും. അവർക്ക് വില പിടിപ്പുള്ള എല്ലാ സാധന വേസ്റ്റും എടുക്കും. അവർക്ക് വില കിട്ടുന്നത് മാത്രം ഇളക്കി എടുത്തിട്ട് ബാക്കി ഏതെങ്കിലും ജലാശയങ്ങളിലോ ആളില്ലാത്ത പറമ്പുകളിലോ നിക്ഷേപിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല അശാസ്ത്രീയമായിട്ട് ഈ CFL-ഉം ട്യൂബും ഒക്കെ തല്ലിപ്പൊട്ടിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ തല്ലിപ്പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മെർക്കുറി അടക്കമുള്ള മെറ്റൽസ് അതൊഴുകി ഭൂമിയിലേക്ക് ഇറങ്ങി അത് വെള്ളത്തിലേക്ക് എത്തും. നമ്മുടെ കുടിവെള്ളം അറിയാം, ആലപ്പുഴ ഏറ്റവും കൂടുതൽ ഡ്രെയിനേജ് ഡെൻസിറ്റി ഉള്ളതാണ്. അപ്പൊ അത് കൊണ്ട് തന്നെ അത് നമ്മൾ ആ വെള്ളം കുടിക്കണ്ട. പക്ഷെ നമ്മുടെ കാലിൽ ചെറിയൊരു മുറിവുണ്ടെങ്കിൽ നമ്മൾ കാല് കഴുകിയാലും മതി. കാല് നനഞ്ഞാൽ അതിൽ കൂടി ഈ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. ഹെവി മെറ്റൽ പൊല്യൂഷൻ, ക്യാൻസർ അടക്കമുള്ള രോഗങ്ങൾക്ക് കാരണമായി മാറും. അങ്ങനെ നിരവധിയായിട്ടുള്ള സൈഡ് എഫക്റ്റ് കൂടിയുണ്ട്.
അപ്പൊ ആരോഗ്യവും ശുചിത്വവും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ വെൽത്ത് എന്ന് പറയുമ്പോൾ തന്നെ ഹെൽത്തും ആയിട്ട് കൂടി അത് വലിയ ബന്ധമുള്ളതാണ്. അപ്പൊ ആ രീതിയിലുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ ഒരു ഭാഗം വരുമാനമാക്കിക്കൊണ്ട് ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ ജീവിതോപാധി ആക്കി മാറ്റിയെടുക്കാം എന്ന് നമ്മളിവിടെ ചില മാതൃകകൾ ചെയ്തിട്ടുണ്ട്. അത് മൈക്രോ എന്റർപ്രൈസസ് ആയിട്ട് ഈ മാതൃകകൾ ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ഈ ഗ്രീൻ പ്രോട്ടോകോൾ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന മൈക്രോ എന്റർപ്രൈസുകൾ രൂപീകരിച്ചുകൊണ്ട് അവർ തന്നെ ഈ തരത്തിലുള്ള ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ പൂന്തോട്ട നിർമ്മാണം നടത്തുന്ന ചില യൂണിറ്റുകൾ ജില്ലയിൽ 1-2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഒരു വലിയ വരുമാനമായി ഇത് മാറുന്നു. അത് ജൈവ മാലിന്യം ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ അജൈവ മാലിന്യം പ്ലാസ്റ്റിക് അടക്കമുള്ളവ കൃത്യമായിട്ട് നമ്മൾ ശേഖരിച്ച് യൂസർ ഫീ വാങ്ങിക്കൊണ്ട് ശേഖരിച്ച് അതിന് ചില നല്ല മാതൃകകളുണ്ട്. 40 ലക്ഷം രൂപ യൂസർ ഫീ. കാരണം ഇവിടെ ഇതിനകത്ത് പങ്കെടുക്കുന്ന ഞാനും നിങ്ങളും അടക്കമുള്ളവരിൽ ഒരു വലിയൊരു ഭാഗം ഒരുപക്ഷെ യൂസർ ഫീ അടയ്ക്കാത്ത ആളുകളായിരിക്കും. നമ്മുടെയൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അത് മുനിസിപ്പാലിറ്റി ആയാലും പഞ്ചായത്തായാലും ഇത് ബാധകമാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. മറ്റൊന്ന്, ഈ നമ്മുടെ നിരത്തുകൾ വൃത്തിഹീനമാക്കുന്നത് കൂടുതലും സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളാണ്. കടകളിൽ നിന്ന്, കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന്, ഷോപ്പുകളിൽ നിന്ന്. അവിടെ ലൈസൻസ് എടുക്കുമ്പോൾ തന്നെ യൂസർ ഫീ അടച്ച രസീത് കൂടി പരിശോധിച്ചതിന് ശേഷം യൂസർ ഫീ അടയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രം രസീത് കൊടുക്കുന്ന ഒരു സംവിധാനം കൂടി കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഏതാനും പഞ്ചായത്തുകളിൽ അത് ഇപ്പോൾ ബാധകമാക്കിയിട്ടുണ്ട്. അങ്ങനെ വലിയ തോതിൽ മാലിന്യം അകന്നയിക്കും, പ്രകൃതി സംരക്ഷണം ഉണ്ടാകും, ഒപ്പം വലിയൊരു വിഭാഗം ജനങ്ങളുടെ ജീവിതം ആയാസരഹിതമായി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ 6 മാസക്കാലത്തിൽ 3 മാസക്കാലം എങ്കിലും വേതനം കിട്ടിയ, 6 മാസത്തിൽ 3 മാസക്കാലമെങ്കിലും ശമ്പളം കിട്ടിയ, വേതനം കിട്ടിയ ഹരിതകർമ്മ സേനാംഗങ്ങൾ നമ്മുടെ ജില്ലയിൽ പല പഞ്ചായത്തുകളിലുണ്ട്. കാരണം അവരൊക്കെ ഭംഗിയായി യൂസർ ഫീ കളക്ട് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. മറ്റ് തൊഴിലാളികൾക്ക് യാതൊരു തരത്തിലുള്ള വേതനവും കിട്ടാത്തപ്പോൾ ചുരുങ്ങിയതാണെങ്കിൽ പോലും 4000, 6000, 3000 ഒക്കെ കിട്ടിയ, അങ്ങനെയെങ്കിലും അതിന് ജോലിക്ക് പോകാതെ തന്നെ അവർക്ക് ഒരു ചെറിയ വേതനം അവർ നേരത്തെ കളക്ട് ചെയ്ത യൂസർ ഫീയിൽ നിന്നും കിട്ടിയ അനുഭവം ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളിലെ കുടുംബശ്രീ സംവിധാനത്തിന് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഹരിതകർമ്മ സേനകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ ഈ ഒരു അവസരത്തിൽ കാണേണ്ടതുണ്ട്. കാരണം 6 മാസമായിട്ട് നൈസർഗികമായിട്ടുള്ള വികാരങ്ങൾ പോലും നഷ്ടപ്പെട്ട് യന്ത്രസമാനരായി മാറി ജോലി ചെയ്യുന്ന അനുഭവമാണ് ഞാനും നിങ്ങളും അടക്കമുള്ള ബഹുഭൂരിപക്ഷ ആളുകൾക്കും ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെയാണ് JCI ഇത്തരത്തിലുള്ള ഒരു വെബിനാർ സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ വെബിനാർ ഉചിതമായ സമയത്ത് തന്നെയാണ് നിങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത് സംഘടിപ്പിച്ച JCI ഭാരവാഹികൾക്ക് എല്ലാവിധ ആശംസകളും പിന്തുണകളും അറിയിക്കുന്നു. തൽക്കാലം ഞാനത് ചുരുക്കുന്നു. മറ്റ് സംശയങ്ങൾ വീണ്ടും നിങ്ങളോട് പ്രതികരിക്കാം. താങ്ക് യു രാജേഷ്, താങ്ക് യു വെരി മച്ച്. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടും വളരെ എന്താണ് ഹരിതകർമ്മസേന അല്ലെങ്കിൽ ഹരിത കേരളം എന്നൊരു ധാരണ ഞങ്ങൾക്കും ഒപ്പം തന്നെ NSS ടീമുകൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ കാര്യമായിട്ട് തന്നെ കാണുന്നു. കാര്യം ഹരിത കേരളത്തിന്റെ എഫേർട്ട് പലപ്പോഴും പൊതുജനങ്ങളിലേക്ക് എത്ര കണ്ട് എത്തുന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതില് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ എന്നുള്ള കപ്പാസിറ്റിയിൽ നൽകിയ ഇൻഫർമേഷൻസ് വളരെ വിലപ്പെട്ടതാണ്. NSS വോളണ്ടിയേഴ്സിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ആകാം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്പീക്കറിലേക്ക് പോകും. നിങ്ങൾ ദയവേത് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാൽ മാത്രം മതിയോ, ഇല്ല ഹാൻഡ് റൈസ് ചെയ്യാം. സൂം ഉപയോഗിച്ച് പരിചയമുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യാം. ചോദ്യങ്ങൾ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഐ എം വെയിറ്റിംഗ്. അതർവൈസ് അങ്ങനെയാണെങ്കിൽ ഞാൻ ജയകുമാരി മാഡത്തെ വിളിക്കുകയാണ്. ശുചിത്വ മിഷൻ ആലപ്പുഴ ജില്ലാ കോർഡിനേറ്ററായ ജയകുമാരി മാഡത്തിലേക്ക് നമുക്ക് പോകാം. താങ്ക് യു രാജേഷ്, താങ്ക് യു വെരി മച്ച്. മാഡം ആ മൈക്ക് വോളിയം കുറവാണ്. മാഡം എന്നെ കേൾക്കാമോ? എനിക്ക് തോന്നുന്നത് മാഡം കണക്ഷൻ ലോസ്റ്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ
സത്യൻ ഭായി നമുക്ക് ഡെമോൺസ്ട്രേഷൻ തുടങ്ങിയാലോ? മാഡം ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. തയ്യാറാണോ സത്യൻ ഭായി? ഹലോ. സ്ക്രീനിൽ ജെസി ഷിബു എന്നെ കേൾക്കാവുന്നുണ്ടെങ്കിൽ ഒന്ന് ജയകുമാരി മാഡമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഒരു അപ്ഡേറ്റ് തരാമോ? തീർച്ചയായും വിളിക്കാം. പ്ലീസ്, ഞാൻ അപ്പോൾ തന്നെ സത്യം തയ്യാറാകാൻ പറയാം ഡെമോയ്ക്ക് വേണ്ടി. Please bear with us. We'll be having a gap of a couple of minutes. ഷിബു, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ? നമ്മളുടെ ഒരു ഡെമോയാണ് ഇപ്പൊ നടക്കുന്നത്. എങ്ങനെയാണ് ഇദ്ദേഹമാണ് മിസ്റ്റർ സി എ ജോസഫ്, വെളുത്തുള്ളി തൊലിയിൽ നിന്ന് എങ്ങനെ പൂക്കൾ നാച്ചുറൽ പൂക്കൾ നമ്മളുണ്ടാക്കിയ ഈ പൂക്കൾ നാച്ചുറൽ പൂക്കൾ നമുക്ക് കളർ മുക്കി കുറച്ചുകൂടെ മനോഹരമാക്കാവുന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് ബേസിക് ഡൈ ഉപയോഗിച്ചാണ് ഞാനിത് കളർ മുക്കിയിരിക്കുന്നത്. അങ്ങനെയാണെന്നൂടെ ഇപ്പോൾ കാണിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജയകുമാരി മാഡത്തിലേക്ക് പോവാം. മാഡം പ്ലീസ് സംസാരിച്ചോളൂ.
ഹലോ ഹലോ ജോൺ. ജയകുമാരി മാഡം സംസാരിക്കാമോ? ജോൺ, അവിടെ ജയകുമാരി സാറിന് റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. അവിടെ വീടിന്റെ അടുത്ത് വൈക്കത്തിനപ്പുറത്താണ്. ഓക്കെ 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 ഓക്കെ, കുഴപ്പമില്ല. താങ്ക് യു. ഞങ്ങൾ നോക്കാം ഒരു മിനിറ്റ്. ഹലോ സാറേ, ഒന്നും കേൾക്കാൻ വയ്യ. ഞങ്ങൾക്ക് കേൾക്കാവോ സാറേ? കേൾക്കാം. ഓക്കെ സാറേ, ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ സാറേ? പ്ലീസ് തുടങ്ങിക്കോളൂ. ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ, ഒരു മിനിറ്റ്. ഓക്കെ സാറേ, ഓക്കെ സാറേ. ഇത് സത്യൻ ഒരു യോദ്ധാവാണോ, ഒരു പോരാളിയാണോ എന്നൊക്കെ ഞാൻ പറയേണ്ടി വരും. കാര്യം സത്യനെ അത്രയധികം സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. കാരണം സത്യൻ സ്പെഷ്യലി ഏബിൾഡ് ആണ്, സ്പൈൻ ഇഞ്ചേർഡ് ആയിട്ട് ഇപ്പോ ഫുൾ ടൈം വീൽ ചെയറിലും മറ്റുമാണ്. പക്ഷെ സത്യൻ ഒന്നിനോടും തോറ്റു കൊടുക്കുന്ന ഒരാളല്ല. സത്യൻ പൊരുതിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് ഫെയർലാൻഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, സിമിലർ ഡിസബിലിറ്റീസ് ഉള്ളവര് എല്ലാവരും കൂടെ ചേർന്നിട്ട് വെച്ച ഒരു മനോഹരമായ പ്രസ്ഥാനം. നമ്മളെക്കാളൊക്കെ എത്ര മുന്നിലാണ് അവര് എന്ന് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ നിങ്ങൾക്കറിയാം. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പ്രകൃതിക്ക് ഇണങ്ങുന്ന ജീവിത രീതികളും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമാണ്. ഫ്ലഡ് വോളണ്ടിയേഴ്സ് ഫാമിലി എന്ന് പറയുന്ന വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ജീവാത്മാവും പരമാത്മാവുമാണ് സത്യൻ. അവിടെ ഏത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം അതിനോട് പ്രതികരിക്കുകയും അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുകയും ചെയ്യുന്ന ഒരാളാണ് സത്യൻ. പരിമിതികളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് എത്ര ദൂരെ ഒരു കാര്യമുണ്ടെങ്കിലും വരാനും താല്പര്യം കാണിക്കുകയും വന്ന് തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് പങ്കാളിത്തം അറിയിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് സത്യൻ. ഫെയർലാൻഡ് ഗ്രൂപ്പിന്റെ സെക്രട്ടറി ആണ്, അതിനു മേലെ ഒരു സംരംഭകനാണ്, അതിനു മേലെ ഒരു പരിസ്ഥിതി പ്രവർത്തകനാണ്, സർവോപരി പ്രിയ സുഹൃത്താണ്, ഒരു നല്ല മനുഷ്യനാണ്. അപ്പൊ സത്യൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഇതാണ് സീഡ് പെൻ യൂസിങ് യൂസ്ഡ് പേപ്പേഴ്സ്, വേസ്റ്റ് പേപ്പർ. നോ ടു സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഒരു ഡിസ്കഷൻ തീം ഇന്നത്തെ ദിവസം. അതിന് ഏറ്റവും ഒരു ആൻഡ് ഒബ്വിയസ്ലി വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കാണിക്കാവുന്ന ഒരു എക്സാമ്പിൾ ആണ് പേനകൾ എന്നുള്ളത്. കാരണം ഏതൊരു പൊല്യൂഷന്റെ കണക്കുകളിൽ ക്യാമ്പസുകളിൽ നിന്ന് റീയൂസ് ചെയ്യാതെ വൺ ടൈം യൂസേജ് വെച്ചിട്ട് ഉപേക്ഷിച്ച് കളയുന്ന പേനകൾ ഒരുപാടാണ് എന്നുള്ളതാണ് പഠനങ്ങൾ. ഒരുപാട് ആർട്ടിക്കിൾസ് നിങ്ങളും വായിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അതിനൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൃത്യമായ ഒരു ഓൾട്ടർനേറ്റീവിലൂടെ പ്രകൃതിക്ക് രണ്ട് അഡ്വാൻറ്റേജ്, ഒരു ഡിസഡ്വാൻറ്റേജ് മാറ്റുമ്പോൾ രണ്ട് അഡ്വാൻറ്റേജ്. അതായത് സിംഗിൾ യൂസ് പേനയ്ക്ക് പകരം പേപ്പറിൽ നിന്നുള്ള വേസ്റ്റ് പേപ്പറിൽ നിന്നുള്ള പേനയും ഒപ്പം അതിനകത്തൊരു വിത്തും. എത്ര മനോഹരമായ ഒരു സന്ദേശമാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള എന്റർപ്രൂണറാണ് സത്യൻ. സത്യൻ ഭായിയുടെ ജീവിതത്തിന് എല്ലാ ആശംസകളും നന്മകളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് സത്യൻ ഭായിയെ ഈ കൂട്ടായ്മയിലേക്ക് പരിചയപ്പെടുന്നു. ഒപ്പം താങ്കളുടെ ഡെമോൺസ്ട്രേഷന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുന്നു. താങ്ക് യു സാർ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. ജോൺ സാർ പറഞ്ഞ പോലെ സത്യൻ എന്ന പേര്. അപ്പൊ ആദ്യമേ തന്നെ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീ ലാലി പി മാഡത്തിന് നന്ദി അറിയിക്കുന്നു. JCIയുടെ മൊത്തവും ടീമിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. സ്പെഷ്യലി ജോൺ സാറിനോട്. അപ്പൊ എന്നെ ഇങ്ങനെ ഒരു സൂം മീറ്റിംഗിലേക്ക് വിളിച്ചതിന് JCI ടീമിന്റെ എല്ലാം നന്ദി അറിയിക്കുന്നു. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫെയർലാൻഡ് എന്നൊരു ഗ്രൂപ്പ് മാവേലിക്കരെ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹായത്തോടെ. അപ്പൊ ഞങ്ങളുടെ മെയിൻ മോട്ടീവ് പ്ലാസ്റ്റിക്കിനെതിരായിട്ടുള്ള ഒരു ഇതാണ്. ഞങ്ങൾ സ്റ്റിച്ചിങ് യൂണിറ്റ്, പ്രിന്റിംഗ് യൂണിറ്റും പിന്നെ റീസൈക്ലിംഗ് യൂണിറ്റും ഉണ്ട്. വേസ്റ്റ് തുണി വെച്ച് ഞങ്ങൾ ഗ്രോ ബാഗുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പൊ ഇന്ന് നമ്മള് പേപ്പർ പേന, അപ്പൊ ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ സാറേ? അപ്പൊ പേപ്പർ പേനയാണ് സത്യമായി ഫെയർലാൻഡിനെ കുറിച്ചും സത്യന്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും ഒന്ന് പറഞ്ഞിട്ട് ഡെമോയിലേക്ക് പോവാം, അവർക്ക് താല്പര്യം. ഓക്കെ സാറേ. അപ്പൊ ഞാനൊരു എന്റെ അച്ഛൻ ഒരു എക്സ് മിലിറ്ററി ആണ്. ഞാനൊരു KV സ്റ്റുഡന്റ് ആയിരുന്നു. ഒരു സ്പോർട്സ് ക്രിക്കറ്റും ഒക്കെ ആയിട്ട് സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുണ്ട്.
23 വർഷമായി ഞാനിപ്പോ വീൽ ചെയറിലായിട്ട്. എന്റെ വീട്ടിൽ തന്നെ ഒരു അപകടം ഉണ്ടായി. ഞാൻ 23 വർഷമായിട്ട് ഇപ്പം വീൽ ചെയറിലാണ്. അപ്പം ഇപ്പം അങ്ങനെ ഞങ്ങൾ ഒരു 6-7 വർഷം മുമ്പ് മാവേലിക്കര കേന്ദ്രീകരിച്ച് ഇതുപോലെ കിടപ്പ് രോഗികളെ വീൽ ചെയർ പേഷ്യൻസിന് വേണ്ടി അവർക്ക് സ്വയം തൊഴിൽ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് ഫെയർലാൻഡ് ഗ്രൂപ്പ്. അപ്പം അതിന്റെ മെയിൻ മോട്ടീവ് ഇതാണ്, ഈ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്ക് ഒരു വരുമാന മാർഗം, അവർക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അവിടുന്ന് നമുക്കൊരു 10 ലക്ഷം രൂപ തന്നാണ് ഞങ്ങൾ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇതിനകത്തുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ ഈ പേപ്പർ ബാഗ്, ക്ലോത്ത് ബാഗ്, പ്രിന്റിങ്, പേപ്പർ പേന അങ്ങനെയൊക്കെയുള്ള ഉൽപ്പന്നങ്ങളാണ് ഞങ്ങൾ ഉണ്ടാക്കി ഞങ്ങളത് സെയിൽസ് ചെയ്ത് ഞങ്ങളുടെ ഇൻകം കണ്ടെത്തുന്നത് അതിൽ കൂടെയാണ്. ഇപ്പം ഫ്ലഡ് 2018 ഫ്ലഡ് അത് ഞങ്ങളെ കംപ്ലീറ്റ് വാഷ് ഔട്ട് ചെയ്ത, പക്ഷെ അവിടുന്ന് നമ്മൾ റിക്കവർ ചെയ്ത് വന്ന് ജോൺ സാർ പറഞ്ഞ പോലെ ജോൺ സാറിന്റെയും നമ്മുടെ ശ്യാം സാറിന്റെയും ഫ്ലഡ് ഫാമിലിയുടെയും ഒക്കെ സഹായത്തോടെയും ഒക്കെ ഞങ്ങൾ പിന്നെ 2019 പ്രളയം വീണ്ടും ഞങ്ങളെ എഫക്ട് ചെയ്ത് ഇപ്പം കൊറോണ അത് ശരിക്കും നമ്മളെ എഫക്ട് ചെയ്തേക്കുവാണ്. എന്നാലും ഞങ്ങൾ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് എന്തോ പുതിയത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങൾ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഇപ്പോഴത്തെ സ്റ്റേജ് വീട്ടിൽ തന്നെയാണ്. അപ്പം ഈ പേപ്പർ പേന ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരുപാട് NSS കുട്ടികൾക്കൊക്കെ അറിയാം, ഇതിനകത്ത് സീഡ് പേനയാണ്. ഇത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഇത് കുഴിച്ചിടുക ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിത്ത് ഇതിനകത്ത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഇത് നമ്മൾ ഇതിനകത്ത് പ്ലാസ്റ്റിക് റീഫില്ലർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്ലാസ്റ്റിക് അത് നമ്മൾ മാറ്റാനുള്ള ഇതാണ്. സ്റ്റീൽ റിഫില്ലർ വെച്ച് യൂസ് ചെയ്യാനുള്ളതാണ്. പക്ഷെ അത് ഇച്ചിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്കിത് മാർക്കറ്റ് കണ്ടെത്താനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പം പ്ലാസ്റ്റിക്കിലേക്ക് തന്നെ പോവാണ്. അപ്പൊ നമുക്ക് ഏതായാലും ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങള് ഇത് ഓക്കെ. പ്രിയമുള്ള ഒരു കാര്യം കേക്കാം, ക്ലിയർ ആണ്. എല്ലാവരോടും കൂടെ പറയാൻ, സത്യൻ ഭായി ഇന്നിപ്പോ വീട്ടിൽ നിന്നാണ് വൈകിയ കാരണം എന്നോട് ചോദിച്ചിരുന്നു, സാറേ ഞാൻ എവിടെ നിന്ന് ചെയ്യണം, ഞാൻ യൂണിറ്റി പോട്ടെ എന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു അത്രയും സ്ട്രെയിൻ എടുക്കണ്ട, സത്യൻ അങ്ങനെയാണ്, നമുക്ക് വേണ്ടിയാണ് സത്യം വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം വീട്ടിൽ നിന്നാണ് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്നത്, അഥവാ കട്ടിലയിൽ ഇരുന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, കണ്ടിന്യൂ, പ്ലീസ് കണ്ടിന്യൂ സത്യൻ ഭായി. പെന്നിന്റെ ഏകദേശം എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മുടെ പേപ്പർ പെന്നിന്റെ ഒരു ഇതാണ്, മോഡലാണ്. ഇപ്പൊ ഇത് നമ്മുടെ പേനയും അതിന്റെ അളപ്പും ഇതായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ട് വേണ്ടത് നമുക്ക് A4 സൈസ് പേപ്പർ. നമുക്ക് A4 സൈസ് പേപ്പർ APGSM ആണ്. APGSMന്റെ A4 സൈസ് പേപ്പർ വേണം, ഫെവിക്കോൾ വേണം, പിന്നെ നമുക്ക് റീഫില്ലർ 14.5 mm റീഫില്ലർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ആണ് ഇതിനകത്ത് മെയിൻ വേണ്ടത്. പിന്നെ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഈ വിത്തുകളാണ്, നമ്മൾ ഇതിന്റെ ബാക്കിലേക്ക് ഇടുന്ന വിത്തുകളാണ് ഇത് വേണ്ടത്. അപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇതുപോലെ ഒരു പേപ്പർ, നമ്മുടെ A4 സൈസ് പേപ്പർ ഓൾറെഡി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പൊ ഇതാണ് A4 സൈസ് പേപ്പറിന്റെ ഒരു ഷീറ്റ്. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഈ റീഫില്ലർ എടുത്തിട്ട് നമ്മൾ ഈ പേപ്പറിന്റെ ഈ സൈഡിൽ നിന്ന് ഇത് നോക്കിയിട്ട് ഇതിന്റെ ഈ ലെന്ത് ഇവിടുന്ന് ഇത് മുറിക്കുവാണ്. ഇപ്പൊ ഈ ഫ്രണ്ടിൽ നിന്ന് വെച്ച് ഇതിന്റെ ബാക്കിൽ ഇവിടെ വെച്ച് നമ്മൾ ഇത് കട്ട് ചെയ്യുകയാണ്. ഓൾറെഡി ഞാൻ അതിൽ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഒരെണ്ണം ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ റീഫില്ലറിന്റെ അതേ രീതിയിലുള്ള പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഈ റീഫില്ലറിൽ നമ്മൾ ഒരു സൈഡ് പശ തേക്കുവാണ്. നമ്മുടെ പശ ഒരു സൈഡ് നമ്മൾ ഈ റീഫില്ലറിൽ തേക്കുവാണ്. അപ്പൊ അതിന്റെ ഒരു സൈഡ് നമ്മൾ ഈ റീഫില്ലറിൽ ഒരു സൈഡ് പശ തേച്ചിട്ട് നമ്മൾ ഇത് ഒട്ടിച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിന്റെ റീഫില്ലർ എടുത്ത അതിന്റെ ഒരു സൈഡ് നമ്മൾ അത് പശ പുരട്ടിയിട്ട് നമ്മൾ ഈ മോഡൽ, ഇപ്പൊ ഈ കാണിച്ചേക്കുന്ന മോഡൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുവാണ് ചെയ്യുന്നത്. എല്ലാം കാണാൻ പറ്റുമോ സാറേ? കാണാം. ഈ സൈഡിൽ ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കുവാണ്. ആ പേപ്പർ നമ്മൾ വെട്ടി പേനയുടെ റീഫില്ലറിന്റെ അളവിലാണ് നമ്മൾ പേപ്പർ കട്ട് ചെയ്തേക്കുന്നത്. പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഈ ഫ്രണ്ടിൽ
നമ്മൾ ഇതിങ്ങനെ റീഫില്ലർ ഒട്ടിച്ച് വെച്ച് അത് കുറച്ച് നേരം ഒന്ന് ഡ്രൈ ആകാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം ഒന്ന് അതിന് കൊടുക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി ഇത് ചെയ്ത് ഇത് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആദ്യം ഇത് ചെയ്തിട്ട് അപ്പൊ നമ്മള് ഇത് ചുരുട്ടുവാണ്. ഇതുപോലെ നമ്മുടെ ഈ വിരൽ ഉപയോഗിച്ച് ഇത് ഇങ്ങനെ ചുരുട്ടി പോവാണ്. ഇതന്നെ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഇതുപോലെ നമ്മളിത് ചുരുട്ടി എടുക്കുവാണ്. നമ്മൾ ഈ സത്യമായി അതൊന്ന് ഇതുവരെ റോൾ ചെയ്തതൊന്ന് ക്യാമറയിലേക്ക് അടുപ്പിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒന്നുകൂടെ കാണിപ്പിക്കാം. ഡിസ്റ്റൻസ് കൊള്ളാം. ദാറ്റ്സ് ഗുഡ്. അതെ, ഇത് ഈ നമ്മൾ ഇത് ഈ ഒട്ടിച്ച് വെച്ചേക്കുന്ന ഈ റീഫില്ലർ ഇങ്ങനെ അങ്ങ് ചുരുട്ടിയാൽ മതി ഉള്ളിലോട്ട്. നമ്മള് ഇതിങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് അങ്ങനെ അങ്ങ് ചുരുട്ടി അങ്ങ് പോകുമ്പോ അപ്പം ഇതിങ്ങനെ വന്നിട്ട് നമ്മൾ ഈ ടിപ്പ് പിടിച്ച് ഇത് ഇച്ചിരി ലൂസ് ആക്കിയിട്ട് ഇതിന്റെ കറക്റ്റ് ലെവലാക്കുക. അപ്പം ഈ ടിപ്പ് കറക്റ്റ് ടോപ്പായിട്ട് വരും. നമ്മളിപ്പോ ഒരു ടിപ്പിന്റെ കറക്റ്റ് ഒരു ടോപ്പായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്നുകൂടെ ഇത് വെച്ചിട്ട് ഒന്ന് ടൈറ്റ് ആക്കും. ഇതിപ്പോ നല്ല പോലെ നല്ല ഹാർഡ് ആയിട്ടുണ്ട്. ഈ സാധനം നല്ല പോലെ ഹാർഡ് ആയിട്ടുണ്ട്. സെയിം നമ്മൾ ആ നേരത്തെ ചെയ്ത പോലെ എല്ലാവർക്കും കാണാമല്ലോ. നമ്മളെ ഇതിരിക്കുന്ന ഒരു റീഫില്ലർ എടുത്ത് നമ്മൾ അതിൽ നിന്ന് ഇച്ചിരി ഇതെടുക്കുക. എന്നിട്ട് ഇതിലൊരു ശകലം പെട്ടണം. ഇത് ഓക്കെ. ഇത് പേനയുടെ ഇതായി നമ്മൾ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പേന നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചേക്കുന്ന പോലെ നമ്മൾ പേന ഓൾറെഡി ഇത് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിലിട്ട് ടിപ്പ് നല്ല ടോപ്പ് പോലെ ആയി. ഇതെങ്കിലും ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കണം സാറേ. ഹലോ സാറേ, കേൾക്കാം? സാറേ ഇത് ഒരെണ്ണം കൂടി ചെയ്ത് കാണിക്കണേ. വേണമെന്നില്ല, അതൊന്നുകൂടെ ഒന്ന് പറഞ്ഞല്ലോ, വ്യക്തതയുണ്ട്. ആർക്കെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഓഡിയൻസിന് ചോദിക്കാം. സത്യനുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. സത്യൻ നിങ്ങൾക്കാണ് ചെലവഴിക്കുന്നത്. നമ്മൾ പറഞ്ഞത് നമ്മൾ റീഫില്ലറിന്റെ അളവിൽ ആ പേപ്പർ കട്ട് ചെയ്ത് റീഫില്ലർ അതിന്റെ ഫ്രണ്ടിൽ ടോപ്പിൽ നമ്മൾ ഒട്ടിച്ച് റീഫില്ലർ ടോപ്പിൽ ഒട്ടിച്ചിട്ട് നമ്മൾ ഇത് ചുരുട്ടുവാണ്. ഇതുപോലെ നമ്മൾ ചുരുട്ടിയിട്ട് അത് അതിന്റെ ഫ്രണ്ട് വശം ആ വരുന്ന ഭാഗം ചുറ്റും നമ്മുടെ ഫെവിക്കോൾ ഒട്ടിച്ച് നമ്മളത് ഇതാക്കി വെച്ചു. അപ്പൊ ഇത് പേനയുടെ ഇത്രയും ഇതൊക്കെ ആയി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഇതിലത്തെ ക്യാപ്പാണ്. അപ്പൊ ക്യാപ്പിന് നമ്മൾ കട്ട് ചെയ്ത പേപ്പറിന്റെ ബാലൻസ് നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്ത് ആ പേപ്പറിന്റെ ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് പേപ്പർ തന്നെ നമ്മൾ എടുക്കുവാണ്. എടുത്തിട്ട് നമ്മൾ ആ പേനയെ വെച്ച് തന്നെ അത് ഒന്ന് ചുരുട്ടും. ചുരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ അടപ്പ് നമ്മൾ ഇതുപോലെ അടപ്പ് നമ്മൾ ചുരുട്ടിയെടുക്കാം. കാണാൻ പറ്റുമോ സാറേ അടപ്പ്? കാണാം. ഒന്നുകൂടെ ഇങ്ങനെ ചരിച്ച് പിടിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. സൈഡ് വൈസ് ആയിട്ട്, സൈഡ് വൈസ്.
കൊള്ളാം കൊള്ളാം. ഓക്കെ ഓക്കെ നമ്മൾ ഇതുപോലാണ് അടപ്പ്. ഓക്കെ, അപ്പൊ ഈ അടപ്പിന്റെ മണ്ട നമ്മളിപ്പോ പേന വെച്ചേക്കുന്ന പേനയുടെ ഇത് വെച്ച് ഈ പേനയുമായി ഇതിന്റെ അടപ്പുമായി. അപ്പൊ ഇതിന്റെ ടോപ്പ് വശം നമ്മൾ ഇങ്ങനെ ഒന്ന് മടക്കി ഇവിടെ നമ്മള് എന്റെ കയ്യിൽ സ്റ്റിക്കർ ഉണ്ട്, ആ സ്റ്റിക്കർ വെച്ച് നമ്മള് ഇതുപോലെ ഒരു ഇതെടുത്ത് ഇതിന്റെ മേളിൽ ഇങ്ങനെ കൊട്ടിക്കും. ഒരു പേപ്പർ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് സെയിം അതേ പശ പരത്തി നമ്മൾ ഇതിൽ അതുപോലെ തന്നെ മൊത്തത്തിൽ പശ പരത്തുക. പശ പരത്തിയിട്ട് നമ്മുടെ അടപ്പിന്റെ മൗത്തിലോട്ട് അപ്പം അടപ്പ് ഇതായി. പേനയുടെ ഇതിന്റെ അടപ്പ് ഇതിലോട്ട് നമ്മൾ ഇത് കയറ്റി ഇതായി. ഇനി നമ്മൾ ഇതിന്റെ ചെവിട് വശമുണ്ട്, ഈ ചെവിട് വശം ഇത് ഓപ്പൺ ആയിട്ട് കിടക്കുവാണ്. ഇതിനകത്താണ് നമ്മൾ വിത്ത്, നമുക്ക് ഇഷ്ടമുള്ള ഏത് വിത്താണെങ്കിലും കൂടുതലും ഈ മണ്ണിലിട്ട് കിളിക്കാൻ പെട്ടെന്ന് കളിക്കുന്ന സൈസ് വിത്തായിരിക്കണം. നമ്മള് സാറേ കേൾക്കാൻ പറ്റുമോ? ഹലോ, കേൾക്കുന്നുണ്ടോ സാറേ? ഹലോ, കേൾക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുപോലെ തന്നെ വിത്ത് എടുക്കുക. ഇതിന്റെ ചവിട്ടി കൂടെ ഇതിനകത്തോട്ട് നമ്മൾ ആ വിത്ത് ഇടുക. സെയിം അത് നമ്മളെ ഇഷ്ടമാണ്. നമുക്ക് വിത്ത് എന്ത് വേണ്ടിയുണ്ട് ഇതിനകത്ത് നമ്മൾ വിത്ത് നമ്മൾ ഇതിനകത്ത് ഇട്ടു. ഇതിന്റെ ചവിട്ട് ഭാഗത്ത് വിത്ത് ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ആ റിഫില്ലർ നമ്മുടെ കയ്യിൽ ഇരുന്ന ഒരു റിഫില്ലർ എടുക്കുക. എന്നിട്ട് ഇതിന്റെ വാ ഇങ്ങനെ ഉള്ളിലോട്ട് അടയ്ക്കുക. ഇങ്ങനെ സൈഡിൽ നിന്ന് 4 സൈഡിൽ നിന്ന് ഇത് ഉള്ളിലോട്ട് നമ്മൾ പ്രസ് ചെയ്ത് ഉള്ളിലോട്ട് ഇതങ്ങ് അടയ്ക്കും. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും കുറച്ചുകൂടെ ഒരു ഇതായിട്ട് ഉള്ള ഹാർഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒബ്ജക്റ്റ് ഇട്ട് നമ്മൾ കറക്റ്റ് ആയിട്ട് കാണാൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ടിരിക്കുന്ന ഇത് നമ്മുടെ ഇത് നമ്മൾ ഗിൽറ്റ് വെച്ചേക്കുന്നതാണ്. ഓരോ അതിന് കുറച്ചുകൂടെ ഭംഗി വരുത്താൻ വേണ്ടി നമ്മൾ ഇത് ഗിൽറ്റ് വെച്ചേക്കുന്നതാണ്. അത് നമ്മുടെ പഞ്ചിങ് ഉണ്ടല്ലോ, നമ്മുടെ ഓഫീസ് പഞ്ചിങ് ഉണ്ട്. ആ ഓഫീസ് പഞ്ചിങ്ങിന്റെ ഇതിന്റെ ഫ്രണ്ട് വശത്ത് വെച്ച് പ്രസ് ചെയ്താൽ ഇതുപോലെ ഹോൾ വരും. ഈ ഗിൽറ്റ് നമുക്ക് ലേഡീസ് ഷോപ്പിൽ മേടിക്കാൻ ഗോൾഡ് കളറിലെ ഗിൽറ്റ് ഉണ്ട്. അപ്പൊ അത് നമ്മൾ ജസ്റ്റ് ഒന്ന്, അപ്പൊ ഇത് പേപ്പറിന്റെ കോൺസെപ്റ്റ് വെച്ചാണെങ്കിൽ ഇതാണ് കറക്റ്റ്. നമ്മൾ ഫുൾ പേപ്പറാണ്. ഇതിനകത്ത് പ്ലാസ്റ്റിക് റിഫില്ലർ മാത്രമേ ഉള്ളൂ. ഇതിന്റെ പ്ലാസ്റ്റിക് ഇതിന്റെ ടിപ്പ് കണ്ടു നമ്മൾ നല്ലപോലെ കൂർത്ത ഒരു ഇത് ആവുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സത്യമായി ആ പേന വെച്ച് ആ പേപ്പറിൽ ഒന്ന് എഴുതി അവർക്ക് കാണിച്ചു കൊടുത്തേ. ഹലോ എവരി വൺ എന്നൊന്ന് എഴുതി ഒന്ന് കാണിച്ചു കൊടുത്തേ. മറ്റൊന്നുമല്ല, അത് എത്ര കണ്ട് സ്മൂത്ത് ആണ്. ഞാൻ എഴുതാറുണ്ട് അത് വെച്ചിട്ട്, അതുകൊണ്ടാ. ഞാനൊന്ന് പറഞ്ഞേക്കാം. Okay. Yes. I am Satya. I
സത്യൻ. അതൊന്ന് ക്യാമറയിലേക്ക് അടുപ്പിച്ച് പിടിക്കുമോ എഴുതിയത്? അവിടെ ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂ ഉണ്ട്, അതാണ്. ഒരു ലേശം പുറകോട്ട് പിടിക്കാമെങ്കിൽ നന്നായിരിക്കും. സത്യം ഭായി അത് അവിടെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യാമോ സത്യം ഭായി? അവിടെ ബാൻഡ്വിഡ്ത്ത് ഇഷ്യൂ കാണിക്കുന്നുണ്ട്. വീഡിയോ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്താൽ നന്നായിരിക്കും, വീഡിയോ മാത്രം. ഫ്രണ്ട്സ്, ഏതാണ്ട് ഡെമോ തീർന്നപ്പോഴാണ് അദ്ദേഹം അത് ഡിസ്കണക്ട് ആയിട്ടുണ്ട്. അവിടെ നെറ്റ്വർക്കിന്റെ കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ശ്യാം കുറുപ്പുണ്ട്. ഈ ഫെയർലാൻഡ് ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ശ്യാം ഉണ്ട്. ശ്യാം നിങ്ങൾക്ക് മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഞാനും അതുമായിട്ട് വളരെ അടുത്ത് സത്യനുമായിട്ട് അടുത്ത് പ്രവർത്തിക്കുന്നവരാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സത്യനെ അറിയിക്കാനുണ്ടെങ്കിൽ ഇതിന് നല്ലൊരു അവസരമാണ്. നിങ്ങൾക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാം, ഇല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെ പങ്കാളികളാവാം. പലവിധ സാധ്യതകളും നമുക്കുണ്ട്. ഇതുപോലെ പൊരുതുന്നവരാണ് ഈ നാടിനെ മുന്നോട്ട് നയിക്കുന്നവർ. പ്രത്യേകിച്ച് കൃത്യമായ ദീർഘവീക്ഷണത്തോടുകൂടെ പൊരുതുന്ന ഇവരാണ് നമ്മൾക്ക് മുന്നേ നടക്കുന്നത്. അപ്പൊ അവരോട് എന്തെങ്കിലുമൊക്കെ ആശയവിനിമയം ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരമാണ്. ഏതെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. Two of your friends, Vivanchika, Joseph Thomas, Sina Sebastian. Yes, so glad to see Satyan sir again. Yes, പലർക്കും അത് കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് തോന്നുന്നു. സീന, ജോസഫ് തോമസ്, ഇവർക്ക് സത്യന് വളരെ ഇംപ്രസീവ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് സത്യനോട് എന്തെങ്കിലും ആശയവിനിമയം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐ വിൽ പുട്ട് ഹിസ് നമ്പർ ഇൻ ദ ചാറ്റ് ബോക്സ് സോ ദാറ്റ് സത്യനെ നിങ്ങൾക്ക് സത്യന്റെ നമ്പർ ഇപ്പൊ ചാറ്റ് ബോക്സിൽ ഇട്ട് തരാം. സത്യൻ 9961764721. ഇതാണ് സത്യന്റെ നമ്പർ. സത്യൻ കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട്. സാറേ വോയിസ് കേൾക്കാവോ? ക്ലിയർ ആണ്, ക്ലിയർ ആണ് സാറേ. അത് റേഞ്ച് ഭയങ്കര പ്രശ്നമാണ് സാറേ. റേഞ്ച് ദൈവകനൊരു ഇത്രയും നേരം വളരെ മനോഹരമായിട്ട് ഞങ്ങൾക്ക് കാണാനും കേൾക്കാനും പറ്റിയില്ല. കുഴപ്പമില്ല, പ്ലീസ്. ഒന്നുകൂടെ കാണിച്ചേക്കാം സാറേ. പേന നമ്മൾ ഉണ്ടാക്കിയ എഴുതിയത് എന്ത് ചെയ്യാ, അത് കാണിക്കാൻ വന്നപ്പോഴാണ് ബുദ്ധിമുട്ടായത്. നമ്മള് അയ്യോ, ഈ റേഞ്ചിൽ വരുമ്പോഴാണ് അപ്പോഴാണ് പ്രശ്നം വരുന്നത് കേട്ടോ.
ആ ഫോൺ അങ്ങനെ വരുമ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക്. ഐ എം സോറി. ഫ്രണ്ട്സ്, സത്യൻ ഈസ് ട്രൈങ് ടു റീജോയിൻ. എല്ലായിടത്തും റേഞ്ച് ഇഷ്യൂസ് ഉണ്ട്. എന്നാലും ഏതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. നിങ്ങൾക്ക് അഥവാ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, യു ബീങ് എ ബിഗ് കമ്മ്യൂണിറ്റി, ദ സ്റ്റുഡൻസ് കമ്മ്യൂണിറ്റി. എത്ര പേര് സത്യന്റെ പ്രോഡക്ട്സ് സത്യൻ തന്നെ ചെയ്യണമെന്നല്ല, ഈ കോൺസെപ്റ്റ് ഉപയോഗിക്കുന്നവർ എത്ര പേരുണ്ട്? ഐ മീൻ ടു ആസ്ക് യു, പേപ്പർ പെൻസ് കോളേജുകളിൽ ഉപയോഗിക്കുന്നവർ നിങ്ങൾ എത്ര പേരുണ്ട്? ഉള്ളവര് ഒരു വൈ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ നന്നായിരിക്കും. We are planning to wind up in another 10 minutes. സത്യൻ റീജോയിൻ ചെയ്യുകയാണെങ്കിൽ സത്യനെ കൺക്ലൂഡ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കാം. Otherwise we will wind up. Something carry on. Sir, I have this question for either Biju sir or Rajesh sir. How can we handle used sanitary napkins, adult and baby diapers instead of burning? Rajesh, ഒന്ന് answer ചെയ്യുമോ? ഹലോ. Yeah, you may talk please. അത് നമ്മള് പുതിയൊരു വെല്ലുവിളിയാണ്. അത് ഇൻഡസ്ട്രിയലായിട്ട് അതിന്റെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടില്ല. നമ്മള് പിന്നെ തുണികൾ കൊണ്ടുള്ള പാഡുകൾ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു പരീക്ഷണം നമ്മള് നടത്തി നോക്കിയിട്ടുണ്ട്. അത് ഇടുക്കി ജില്ലയിലെ ഒരു കോൺവെന്റുമായി ബന്ധപ്പെട്ട അവിടുത്തെ സിസ്റ്റേഴ്സ് ആണ് അതിന്റെ പിന്നിൽ. അപ്പൊ അത് നമ്മൾ നേരിട്ട് പോയി കണ്ടു. ആലപ്പുഴ ജില്ലയിലുള്ള ഒരു സഹകരണ മേഖലയിലുള്ള ഒരു സ്പിന്നിങ് മില്ലുണ്ട്. ആ സ്പിന്നിങ് മില്ലുമായി ചേർന്നുകൊണ്ട് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുവാനുള്ള കേൾക്കുന്നുണ്ടോ? Continue please. അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കോട്ടൺ തുണി തന്നെ കൂടുതൽ നമുക്ക് ലിക്വിഡ് അബ്സോർബ് ചെയ്യാൻ കഴിവുള്ള കോട്ടൺ തുണി തന്നെ തിരുപ്പൂരിൽ നിന്ന് കൊണ്ടുവന്ന് അത് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം നമ്മൾ നടത്തുകയാണ്. കാരണം നമ്മൾ ഫണ്ട് ചെയ്യുന്ന ഒരു മിഷൻ അല്ല. ഫണ്ട് നമ്മൾ പറയുന്ന ഹരിത കേരള മിഷന്റെ ഫണ്ട് എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക്, പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കോർപ്പറേഷനുമുള്ള പ്ലാൻ ഫണ്ടിൽ നിന്നാണ്. ആ പ്ലാൻ ഫണ്ടിന്റെ ഇത്ര നിശ്ചിത ശതമാനം 10%, 15% വീതം വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ചെയ്യണമെന്നാണ് സർക്കാർ നിർദ്ദേശം. നമ്മൾ നേരിട്ട് ഫണ്ട് ചെയ്യുന്നതല്ല. അങ്ങനെ ചെയ്താൽ പോലും പക്ഷെ നമുക്ക് സാധ്യമായ മേഖലകളിൽ സാധ്യമായ രീതിയിലുള്ള പ്രവർത്തനം, കൂട്ടായ പ്രവർത്തനം നടത്തുന്നുണ്ട്. അപ്പോൾ
തയ്യാറായി വന്നിട്ടുള്ള നമ്മുടെ സ്പിന്നിങ് മില്ലുമായി ചേർന്നുകൊണ്ട് നമ്മൾ ചില മാതൃകകൾ കോൺവെന്റിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. വേറെ ചില പുറമേ കേരളത്തിന് വെളിയിലും ചില ഇത് ഓൺലൈനിലൊക്കെ പലരും വരുത്താറുണ്ട്. ഇത് വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. 4 വർഷക്കാലം ഏറ്റവും കുറഞ്ഞത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്വാളിറ്റിയുള്ള കോട്ടൺ പാഡുകളാണ്. അപ്പൊ അത് നമുക്ക് ഈ നിലവിലെ ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് പല സ്ഥലത്തും നമ്മൾ ഇത് ഒഴിവാക്കുവാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലാത്ത ഇൻസിനറേഷൻ ആണ് ചിലപ്പോൾ നടത്താൻ പറയുന്നത്. സാനിറ്ററി നാപ്കിൻ വെൻഡിങ് മെഷീനുകൾ വെക്കുന്നതോടൊപ്പം ഇത് ഡിസ്ട്രോയറും പല വലിയ സ്ഥാപനങ്ങളിലും സ്ഥാപിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്കൂളുകളിൽ, കോളേജുകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന കോളേജുകളിലും സ്കൂളുകൾക്ക് സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അത് ഒരു വലിയ ബോധവൽക്കരണം നടത്തിക്കൊണ്ട്, കാരണം ഇനീഷ്യൽ എക്സ്പെൻഡിച്ചർ കൂടുതലായിരിക്കും ഇത് ഈ കോട്ടൺ പാഡ് ചെയ്യുമ്പോഴത്തേക്കും. പക്ഷെ 4 വർഷക്കാലം അത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ആ എക്സ്പെൻഡിച്ചർ ഒന്നുമല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ എല്ലാ മാസക്കാലവും ഉപയോഗിക്കേണ്ടി വരുന്നത് നമ്മൾ 4 വർഷത്തോളം ഉപയോഗിക്കാൻ കഴിയുമ്പോഴത്തേക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് പിന്നെ ആദ്യം ഒരു തുക മുടക്കേണ്ടി വന്നാൽ പോലും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ കുടുംബങ്ങളിലെ ആളുകൾ ഒരു പക്ഷേ ഇത്രയും ഒരു തുക കൊടുത്തുകൊണ്ട് ഒരു 8-10 ഉള്ള ഒരു പാക്ക് വ്യത്യസ്തമായ അളവുകളിലുള്ളത് ഒരു പാക്ക് നമുക്ക് 1000 രൂപ കൊടുത്ത് അല്ലെങ്കിൽ 800 രൂപ കൊടുത്ത് മേടിക്കാൻ പറഞ്ഞാൽ ഒരു പക്ഷേ പെട്ടെന്ന് ജനം നെറ്റി ചുളിക്കും. അപ്പൊ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു സബ്സിഡി കൂടി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ചെറിയൊരു ബെനിഫിഷ്യറി കോൺട്രിബ്യൂഷൻ ഇവരെ കൊണ്ട് അടപ്പിച്ചുകൊണ്ട് അത് കൊടുക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പൊ ഇത് പ്രൊഡക്ഷൻ സക്സസ് ആകുമെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരത്തിൽ സർക്കാരിന് ഒരു സബ്സിഡി കൊടുക്കുവാനും ഇത് പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും പ്രോജക്റ്റ് വെച്ചിട്ട് അത് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, പ്രത്യേകിച്ച് കുടുംബശ്രീ സംവിധാനത്തെ കൂടി ഉപയോഗിച്ചുകൊണ്ട് എത്തിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ജോൺ സാറെ, രാജേഷ് സാറിനോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ. രാജേഷ് സാറെ, സത്യനാണേ മാവേലിക്കരയിൽ നിന്ന്. ഹലോ സാറേ, ഞാൻ ചോദിക്കാനത് സാറേ, ഈ കുടുംബശ്രീയെ ഇത് ഏൽപ്പിക്കുന്നെന്ന് പറയാം സാറേ. ഞങ്ങളുടെ ഈ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള സൊസൈറ്റി കമ്മിറ്റിയും കൂടെ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യരുതോ സാറേ? നമ്മളല്ല, കുടുംബശ്രീ സംവിധാനം എന്ന് പറഞ്ഞാലും പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ മുഖേനയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല. നമ്മള് പിന്നെ ശ്രീ സത്യനെ പോലെ തന്നെയുള്ള കുറെ അധികം പേരെ ഇപ്പൊ ആലപ്പുഴയിൽ തന്നെയുള്ള മറ്റൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ മറ്റൊരു സംഘടനയുമായി ചേർന്നുകൊണ്ട് ഏതാനും യൂണിറ്റുകൾ വീൽ ചെയറിലിരിക്കുന്ന ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അവരെ ചേർത്തുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ തുണിസഞ്ചിയുടെ യൂണിറ്റുകളൊക്കെ ആലപ്പുഴയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലും പുന്നപ്പുറയിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ പലപ്പോഴും ട്രെയിനിങ്ങുകളിൽ ഞാൻ സത്യനെ പരിചയപ്പെടുന്നത് ഇന്നാണ് ഈ ഒരു വെബിനാറിൽ കൂടെയാണ്. ഞാൻ ഗണേശൻ അറിയാൻ പറ്റുമല്ലോ, സത്യത്തിന് സമാനമായ രീതിയിൽ ഒരു അപകടത്തെ തുടർന്ന്. അതെ സാറേ, സാറ് ട്രെയിനിങ്ങിന് പോയ സംഘടനയുടെ സംസ്ഥാന ട്രഷറായിരുന്നു ഞാൻ പിന്നെ അറിയത് മാറിയതാ. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗണേശൻ, ഞാൻ സാറിന്റെ വീഡിയോ കണ്ടായിരുന്നു സാറേ. ഇപ്പം ഞാൻ പറഞ്ഞു വന്നതേ, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ 87 ലക്ഷം തുണിസഞ്ചിയാണ് അത് ഒരു മാസം വേണ്ടത്. അപ്പൊ സാറേ, ഞങ്ങളെ പോലെ ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളവർക്ക് യൂണിറ്റ് ഉണ്ട്. അപ്പൊ സർക്കാർ ഞങ്ങളുടെ തുണിസഞ്ചി മേടിക്കുവാണെങ്കിലേ, ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നാണ് കൊട്ടേഷൻ മേടിക്കുന്നത്. 87 ലക്ഷം സഞ്ചി ഒരു മാസം ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. അടുത്ത ഡിസംബർ വരെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ പോലുള്ള ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന തുണിക്ക് കുറച്ചുകൂടെ സർക്കാർ എടുക്കുവാണെങ്കിൽ ടെൻഡർ നടപടികൾ നടത്തുന്നത്. കാരണം ബൾക്കായിട്ട് നമുക്ക് ഇപ്പൊ കൊടുക്കാൻ കഴിയില്ലല്ലോ. കാരണം ഇത്രയും അവര് ഓരോ മാസവും പെട്ടെന്ന് 88 ലക്ഷം കുടുംബങ്ങൾക്ക് റേഷൻ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് കൊടുക്കാൻ ആവശ്യമായ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ ഒരാൾക്ക് മാത്രമായിട്ട് കൊടുക്കാൻ കഴിയില്ല. അപ്പൊ ടെൻഡർ നടപടികൾ എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ട് അത്രയും കൊടുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ മാത്രമായിരിക്കും കോട്ട് ചെയ്യുന്നത്. അത് ചെറിയ തോതിലാണെങ്കിൽ ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ജില്ലാ തലത്തിൽ എന്തെങ്കിലും ചെറിയ തോതിലാണെന്നുണ്ടെങ്കിൽ നമ്മളെ പോലുള്ള സംഘങ്ങളെ നമുക്ക് സഹായിക്കാനായിട്ട് പറയാം. ഇത് ഒരു ദിവസം സംസ്ഥാന തലത്തിലുള്ള മീറ്റിംഗ് ഉണ്ട് മറ്റന്നാൾ. അപ്പൊ ആ മീറ്റിംഗിന്റെ ഭാഗമായി ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഒറ്റയടിക്ക് നമുക്കിപ്പോ കഴിയില്ല. കാരണം ഇത് സെൻട്രലൈസ്ഡ് പർച്ചേസ് ആണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്കും 50 ലക്ഷം അല്ലെങ്കിൽ 85 ലക്ഷം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ 1 ലക്ഷം ആണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് നമ്മളെ പോലത്തെ ഒരു ചെറിയ യൂണിറ്റിന് കൊടുക്കാൻ കഴിയുന്നതല്ല. അപ്പൊ അത് ആ രീതിയിലുള്ള വലിയ പർച്ചേസിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതാണ്. പക്ഷെ ചെറിയ തോതിൽ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്കുള്ള വരും വർഷ കാലയളവിലേക്കുള്ള വിഷുവും ഓണവും ഒക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് ചെറിയ തോതിൽ ഇപ്പൊ ജില്ലാ തലത്തിൽ അല്ലെങ്കിൽ പാക്കിങ് ജില്ലാ തലത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് അത്തരത്തിൽ ചെയ്യാൻ കഴിയും. അപ്പൊ പർച്ചേസ് പക്ഷേ
ജില്ലാ തലത്തിലായിരിക്കില്ല, സംസ്ഥാന തലത്തിൽ ആയിരിക്കും. അപ്പൊ ഇത്രയും വലിയ ഒരു ക്വാണ്ടിറ്റി വേണ്ടി വരുന്നത് കൊണ്ടായിരിക്കും അതെ സാറേ, ഈ ഹരിത കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്രീകരിച്ചാണേലും ഇങ്ങോട്ടൊക്കെ വരുന്നില്ല സാറേ, ഞങ്ങളുടെ ഭാഗത്തോട്ടൊക്കെ. ഞങ്ങളൊക്കെ വർഷങ്ങളായിട്ട് ഈ പറഞ്ഞോളൂ. മാവേലിക്കരയിലോട്ടൊക്കെ ഇതിന്റെ പ്രവർത്തനം മാവേലിക്കരയിൽ കൂടെ ഒക്കെ വന്നെങ്കിൽ ഞങ്ങൾക്ക് കൂടെ ഒക്കെ സാറേ ഇതില് പങ്കെടുക്കാൻ പറ്റും. ഞങ്ങൾ ഇവിടെ ഒരുപാട് ഭിന്നശേഷിക്കാർ വീൽ ചെയർ കഴിയുന്ന 19 പേര് മാവേലിക്കരയുണ്ട്. 11-ാം തീയതി മാവേലിക്കര തെക്കേക്കര പഞ്ചായത്തിലും പാലമേൽ പഞ്ചായത്തിലും അതുപോലെ തന്നെ നൂറിനാട് പഞ്ചായത്തിലും ഞാൻ വന്നിരുന്നു. അവിടെ ശുചിത്വ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നത്. കുടുംബശ്രീ സംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള മൈക്രോ എന്റർപ്രൈസസുകളുടെ ഒരു ഇനി ഭാവിയിലോട്ട് എന്താണ് അടുത്ത പരിപാടി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസും ചില നിർദ്ദേശങ്ങളും അടക്കം നൽകിയിട്ടാണ് തിരിച്ചു പോന്നിട്ടുള്ളത്. അതെ സാറേ, കുടുംബശ്രീ സംവിധാനം നമ്മൾ വേസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഗ്രീൻ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്കും ഇപ്പൊ ശ്രീ സത്യനെ പോലെയുള്ള ആളുകൾ ചേർന്ന് നടത്തുന്ന അത്തരം യൂണിറ്റുകളെ കൂടി നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും. ഇപ്പൊ പഞ്ചായത്ത് തലത്തിൽ അതെ സാറേ, കുടുംബശ്രീയോടൊപ്പം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഞങ്ങളെ പോലുള്ളവരെയും കൂടെ സർക്കാരിനൊന്ന് കുറച്ചുകൂടെ ശ്രദ്ധ തരണം. അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടേതായിട്ടുള്ള പദ്ധതികൾക്ക് ഇപ്പൊ ഗ്രാമസഭയിൽ പാഡും പേനയും കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പേനകൾ ഇതുപോലെ നമുക്ക് വാങ്ങാൻ കഴിയും. അല്ലെങ്കിൽ തുണിസഞ്ചി അവിടുത്തെ പിന്നെ അഗതി ആശ്രയ പ്രോജക്ട് എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ഉള്ളതാണ്. അപ്പൊ ഞാൻ മാന്നാർ പഞ്ചായത്തിൽ ഓൾറെഡി കൊടുക്കുന്നുണ്ട്. ഓൾറെഡി ഞങ്ങൾ മാന്നാർ മാവേലിക്കര ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും പേരുടെ ആ ഒരു ഇതാണ് ഇപ്പൊ ഹരിത കേരള മിഷന്റെ ഞാൻ അതിന്റെ പേജിനകത്ത് ഞാനും ഉണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഒരുപാട് പ്രവർത്തനങ്ങൾ അതിനകത്ത് കാണുന്നുണ്ട്, സാറിന്റെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പം കുറച്ചുകൂടി ഇങ്ങോട്ട് ഞങ്ങളുടെ ഈ ഭാഗത്തോട്ടും കൂടെ ഒക്കെ അതിന്റെ ഒരു ശ്രദ്ധ വരുവാണെങ്കിൽ ഫിസിക്കലി ആയിട്ട് ഞങ്ങളെ പോലെ കുറെ പേർക്ക് അതിൽ ഇൻവോൾവ് ആകാം. ആയിക്കോട്ടെ, നമ്മള് റിസോഴ്സ് പേഴ്സൺമാരും അതുപോലെ തന്നെ യങ് പ്രൊഫഷണൽസ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. അവരെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതലും നടത്തുന്നത്. അപ്പൊ ഞാൻ പക്ഷെ 72 പഞ്ചായത്തിലും അതുപോലെ തന്നെ 6 മുനിസിപ്പാലിറ്റികളിലും മറ്റു ഓഫീസുകളിലും സാധ്യമായ രീതിയിൽ എല്ലാ ദിവസവും പോകാൻ ശ്രമിക്കാറുണ്ട്. പല പല ഭാഗത്തായിരിക്കും. 72 പഞ്ചായത്തും എത്തിപ്പെടേണ്ടത് കൊണ്ട് ഒരുപക്ഷെ ഇന്ന് മാവേലിക്കര വന്നാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വരവ് അങ്ങോട്ടേക്ക് പറ്റുകയുള്ളൂ. അതാണ് അതിനകത്തൊരു വിഷയമുള്ളത്. പിന്നീട് അതിന് പകരം സത്യം ഭായി ഞാനൊന്ന് സപ്പോർട്ട് ഉണ്ട് ഞങ്ങൾക്ക്. ആലപ്പുഴ JCയുടെ സത്യം ഭായി നമുക്ക് ചർച്ച ചെയ്ത് നമുക്ക് ഒരു അവസരം ഉണ്ടാക്കാം. അപ്പൊ സത്യൻ കൺക്ലൂഡ് ചെയ്തിട്ട് ജയകുമാരി മാഡം വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ സത്യമായി കൺക്ലൂഡ് ചെയ്യണോ? സത്യനോട് എന്തെങ്കിലും നേരിട്ട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ആവാം, ഇല്ലെങ്കിൽ നമുക്ക് ജയകുമാരി മാഡത്തിലേക്ക് പോവാം. സത്യമായി പക്ഷെ സംഘടനയുടെ JC ആലപ്പിയുടെ പേരില് ഹൃദയം നിറഞ്ഞ നന്ദി. വളരെ മനോഹരമായിട്ട് കുറേയേറെ കുട്ടികൾ ഇതിനകത്ത് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. It was a great session. Thank you so much everyone for giving such a valuable information. So we move to Satyan, എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടോ? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജയകുമാരി മാഡത്തിലേക്ക് പോവാം. ഇല്ല, താങ്ക്സ് സാറേ. എന്നെ ഇത് വിളിച്ചതിന് സ്പെഷ്യൽ താങ്ക്സ് JCIക്കും പിന്നെ എല്ലാവരുടെയും വോയിസ് കേട്ട എല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് സാറേ. താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നത് സെന്റ് ജോസഫ്സ് കോളേജിലെ കുട്ടികളിൽ നിന്ന് നമുക്കൊരു പിന്തുണ കിട്ടുമെന്ന് തന്നെയാണ്. നമുക്കത് നോക്കാം. JC ആലപ്പി അത് കോർഡിനേറ്റ് ചെയ്യാം. ഓക്കെ, കോർഡിനേറ്റർ നിമിഷ മാം ഇത് മുഴുവൻ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എക്യുപ്മെന്റിന്റെ ഒരു പ്രശ്നം കൊണ്ട് മാഡത്തിന് സംസാരിക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ടാണ്. എനിവേ, സെന്റ് ജോസഫ്സ് കോളേജിന്റെ മുഴുവൻ വിദ്യാർത്ഥികളുടെ പേരിലും JC ആലപ്പിയുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു വെരി മച്ച്. ജയ മാം, ജയകുമാരി മാം, മാഡം യു മേ ടോക്ക് പ്ലീസ്. ജയകുമാരി മാം. മാഡം വീണ്ടും ഇതിനകത്ത് എക്സിറ്റ് ആയെന്ന് തോന്നുന്നു. ഔട്ടായി എന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ, ഞാൻ ഷിബുവായിട്ടൊന്ന് സംസാരിക്കാൻ പറയാണ്, ഇല്ലെങ്കിൽ നമ്മളൊക്കെ വൈൻഡപ്പ് ചെയ്യാം.
വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ജയകുമാരി മാഡം ട്രൈ ചെയ്യാണ്. ഒരു മിനിറ്റ് കൂടെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ മാഡം അത് ഓഡിയോ കണക്ട് ആയിട്ടില്ല ഇപ്പോഴും. മാഡം ജോയിൻ ചെയ്തു, ഓഡിയോ കണക്ട് ആയിട്ടില്ല. ഒരു മിനിറ്റ് മാഡം, ഇനി ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ പ്ലീസ് മാഡം. ക്ലിയർ ആണ് മാം, സംസാരിച്ചോളൂ. ഞാന് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഹലോ, ഞാൻ ശുചിത്വ മിഷന്റെ കോർഡിനേറ്റർ ആണ്. ശുചിത്വ മിഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മള് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്വച്ഛ് ഭാരത് മിഷൻ പ്രോഗ്രാം, അത് സെൻട്രൽ ഗവൺമെന്റിന്റെ ആണ്. അതില് ഏക് കദം സ്വച്ഛതയ്ക്ക് ഓർസോ അങ്ങനെയുള്ള പരസ്യങ്ങളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിന്റെ നമ്മളെ സംസ്ഥാന തലത്തിൽ ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടന്ന ശുചിത്വ മിഷൻ. അത് കൂടാതെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ശുചിത്വ കേരളം പരിപാടി, അതുപോലെ മറ്റു നമ്മുടെ ശുചിത്വ പതിവായിട്ട് ബാക്കി എല്ലാ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇന്നിപ്പോ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഒരു പ്രവർത്തനം ആണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുപോലെ വേസ്റ്റ്. ഹലോ ഹലോ മാഡം കണ്ടിന്യൂ ചെയ്തോളൂ, കേക്കാം. ഹലോ, വേസ്റ്റ് ഔട്ട് ഓഫ് ഹെൽത്ത് ആ ഒരു കോൺസെപ്റ്റ് പറയുമ്പോഴേക്കും നമ്മള് ഇപ്പൊ നിലവില് നമ്മളെ സംസ്ഥാന സർക്കാർ ശുചിത്വ പദവി, നമ്മളെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ശുചിത്വ പദവി ആർജിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സമയമാണ്. നമ്മുടെ ഈ വെബിനാർ സംഘടിപ്പിച്ചിരിക്കുന്നത് തികച്ചും കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതിൽ നമുക്ക് പറയുമ്പോഴേക്കും എനിക്ക് മുൻപ് പറഞ്ഞ ബിജു സാറും അതേപോലെ രാജേഷും ഈ മേഖലയിൽ വളരെയധികം പരിചയമുള്ളവരാണ്. അവരവരുടെ എക്സ്പീരിയൻസ്, അതേപോലെ മാലിന്യത്തിന്റെ തരംതിരിവ്, അത് ഏത് തരത്തിലും മാനേജ് ചെയ്യാം, അതിൽ നമുക്ക് ഏത് തരത്തിലുള്ള അത് മാലിന്യത്തിനെ നമുക്ക് എങ്ങനെ ഒരു സമ്പത്താക്കി മാറ്റാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഞാനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. പക്ഷെ നമുക്ക് ഇപ്പൊ നിലവിൽ കുറേയേറെ സംവിധാനങ്ങൾ നമ്മൾ ഈ വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി നടപ്പിലാക്കുന്നുണ്ട്. അതിന്റെ ഒരു ആകുന്നതോടുകൂടി നമുക്ക് വളരെ സജീവമായിട്ട് ഈ രംഗത്ത് ഏർപ്പെടാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. നമ്മൾ ഓരോ ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പലതരത്തില് ഉപയോഗിക്കുന്നത്. അതിൽ മിക്കവാറും സിംഗിൾ യൂസ് ആണ് ഉപയോഗിക്കുന്നത്. നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രഷിനോടൊപ്പം ഉപയോഗിക്കുന്ന പേസ്റ്റ്, ഇതിന്റെയൊക്കെ ട്യൂബുകളൊക്കെ നമുക്ക് ബാക്കിയാവും. അതേപോലെ അത് കഴിഞ്ഞ് നമ്മൾ കുളിക്കുന്നതായാലും നമ്മൾ ഷാമ്പൂവിന്റെ സാഷെ പാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേസ്റ്റ് ആയിട്ട് മാറും. പിന്നീട് നമ്മൾ ചായ കഴിക്കുകയാണെങ്കിൽ ആ ചായ കഴിക്കുന്ന ഇപ്പൊ നമ്മുടെ ഗ്ലാസ് അല്ല, മറ്റു തരത്തിലുള്ള സിംഗിൾ യൂസ് ഗ്ലാസ് ആണ് ഉപയോഗിക്കുന്നത്, അത് നമുക്ക് വേസ്റ്റ് ആയി മാറും. ബ്രെഡിന്റെ പാക്കറ്റ്, ഇതെല്ലാം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ സിംഗിൾ യൂസ് ആയിട്ട്
ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതിൽ ഇപ്പൊ നമ്മൾ നിലവിൽ ഉള്ള സംവിധാനം അനുസരിച്ച് ഇപ്പൊ ആലപ്പുഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നതിന് പ്രധാനമായിട്ടും നമുക്ക് സ്വീകരിക്കേണ്ട ഒരു രീതി സെഗ്രിഗേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇത് ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണ്, ഇപ്പൊ സിംഗിൾ യൂസ് ആയാലും അതിൽ കൂടുതൽ യൂസ് ഉള്ളതായാലും നമ്മൾ പ്രത്യേകം സെഗ്രിഗേറ്റ് ചെയ്യുക, അതായത് വേർതിരിച്ചെടുക്കുക. ഓരോ ഇപ്പൊ സിംഗിൾ യൂസ് ആണെന്നുള്ള പ്ലാസ്റ്റിക് ആണല്ലോ അത് ഏത് തരത്തിലുള്ളതാണ്, അതിന് പല ക്വാളിറ്റി ഉണ്ടാവും. നിങ്ങളിപ്പോ മൈക്രോണിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പൊ അത് 50 മൈക്രോൺ കുറഞ്ഞ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് നമുക്ക് നേരത്തെ ഇപ്പൊ കഴിഞ്ഞ ജനുവരി 1 മുതൽ അതെല്ലാം നിരോധിച്ചിട്ടുള്ളതാണ്. എങ്കിലും നമ്മുടെ ഇപ്പൊ നിലവിലുള്ള പശ്ചാത്തലം നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഈ COVID-19 പാൻഡമിക് ഉള്ള ഈ അവസ്ഥയിൽ നമ്മൾ വീണ്ടും ഈ അത് ചില സ്ഥലങ്ങളിൽ അത് ഒരു ആകസ്മികതയല്ല, ആവശ്യമായിട്ട് തന്നെ വരുന്നു. ഇപ്പം നമുക്കറിയാം, നിങ്ങൾ ഈ കോവിഡ് കെയർ സെന്ററുകളെയൊക്കെ കുറിച്ച് അറിയാം. അവിടെ നമ്മൾ ക്വാറന്റൈൻ ആയിട്ട് കഴിയുന്നവരുണ്ടാവും, അതേപോലെ പിന്നെ പേഷ്യൻസ് ആയിട്ട് കഴിയുന്നവരുണ്ടാവും. അപ്പൊ ഇതിലെല്ലാം ഇവർ ഉപയോഗിക്കുന്ന ഇതേപോലെ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കും അതുപോലെ ഫുഡ് വേസ്റ്റും എല്ലാം കൂടി മിക്സപ്പ് ആയിട്ട് വരുന്നത് കൊണ്ട് അവിടെ മാനേജ് ചെയ്യൽ വളരെ ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അത് മറ്റു ആൾക്കാർ അധികം അറിയാത്തൊരു മേഖലയാണ്. പക്ഷെ അതിപ്പോൾ നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ തരത്തിൽ ഇപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ മാലിന്യം വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു വസ്തുതയാണ്. അത് നമ്മൾ ഇപ്പൊ വീടുകളിലാണെങ്കിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കൊണ്ടുണ്ടാവും. പക്ഷെ മറ്റുള്ളവർ അതിൽ കൂടുതൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. എങ്കിലും നമ്മൾ എല്ലാവരുടെയും കൂടെ ഒരു വീട്ടിലെ മാലിന്യം നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ആ വീട്ടിലെ എല്ലാവരും തന്നെ ഉൾപ്പെടുന്ന അതിനെക്കുറിച്ചൊരു ഉണ്ടാവേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ അവർ ആയിരിക്കേണ്ട ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ നമുക്കത് ഏതെല്ലാം തരത്തിൽ മാനേജ് ചെയ്യാൻ പറ്റുമോ അത് നമ്മളിപ്പോ ചെറിയ കുട്ടികൾ, ഇപ്പൊ ഞങ്ങളുടെ ഒരു കളക്ടറേറ്റ് സ്കൂൾ എന്ന് പറഞ്ഞ പ്രകാരം വീടുകളിൽ ഉണ്ടാകുന്ന പ്ലാസ്റ്റിക്, അതായത് സിംഗിൾ യൂസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് കവറുകള്, പെറ്റ് ബോട്ടിലുകള്, ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ സ്കൂളുകളിൽ എത്തിച്ചിട്ട് അവിടെ ഒരു 4 തരം ബിന്നുകൾ, ഇത് സെഗ്രിഗേറ്റ് ചെയ്ത് നിക്ഷേപിക്കാൻ പറ്റുന്ന ബിന്നുകൾ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ ഈ നമ്മൾ വീടുകളിൽ നിന്ന് ഉള്ള കുട്ടികൾ ഓരോ ഇനം പ്ലാസ്റ്റിക്കും എല്ലാ ബുധനാഴ്ചകളിലും അത് അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുകയും അതുപോലെ അതിനടുത്ത ദിവസം അത് നമ്മൾ ചെയ്യുന്ന ഇപ്പൊ സ്ക്രാപ്പ് ഡീലേഴ്സോ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയോ അവരെ ഏറ്റെടുത്തുകൊണ്ട് ഇത് വേസ്റ്റ് മാനേജ്മെന്റിനായിട്ട് സ്ഥാപിച്ചിട്ടുള്ള MCF-കളിലോ മറ്റ് സ്ഥലങ്ങളിലോ നിക്ഷേപിക്കുന്ന അങ്ങനെ ഒരു സംവിധാനം ഇപ്പൊ നിലവിലുണ്ട്. അത് നമ്മുടെ വീടുകളിൽ ഇപ്പൊ വിദ്യാർത്ഥികളായിട്ടുള്ളവരാണെങ്കിൽ ആ കാര്യം നമുക്ക് പ്രയോജനപ്പെടുത്താം. അതുകൂടാതെ നമ്മൾ ഈ സെഗ്രിഗേറ്റ് ചെയ്യുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക്കുകൾ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറി അവരത് നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള MCF-കളിൽ എത്തിക്കും. അത് ആ MCF-കളിൽ നിന്ന് അത് പലതരത്തിൽ അവിടെയും ഈ ഹരിതകർമ്മ സേന സെഗ്രിഗേഷൻ നടത്തുന്നുണ്ട്. ആ സെഗ്രിഗേഷൻ ഇട്ട് അത് ഓരോ തരത്തിലുള്ള പ്ലാസ്റ്റിക് വേർതിരിച്ച് അതിന് പ്രത്യേക രീതിയിൽ മാനേജ്മെന്റ് ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അതുകൂടാതെ ഇതിന് ഇപ്പൊ ഗവൺമെന്റ് തന്നെ ഒരു സംവിധാനം നിലവിലുണ്ട്, CKC എന്ന് പറയും, ക്ലീൻ കേരള കമ്പനി. അപ്പൊ അവര് ഇത് ഏറ്റെടുത്ത് അതിന്റെ തരം തിരിവനുസരിച്ച് പ്രത്യേകത്തിൽ ഇപ്പോൾ ഏത് തരത്തിലുള്ള വേസ്റ്റ് ആണെങ്കിലും പലതരം വേസ്റ്റ് നമ്മൾ പറഞ്ഞത് സിംഗിൾ യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മളിപ്പോ ബയോമെഡിക്കൽ ആയിട്ടുള്ളതാണെങ്കിലും ഹസാഡസ് ആയിട്ടുള്ളതാണെങ്കിലും ഇപ്പൊ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വേസ്റ്റുകളാണെങ്കിലും അത് മാനേജ് ചെയ്യുന്നതിനുള്ള പ്രത്യേക ഒരു കലണ്ടർ പ്രകാരം അവരത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ നിലവിൽ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് ഈ മേഖലയിൽ ഇടപെടാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നിലവിലുള്ള സംവിധാനങ്ങളോട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഏത് തരത്തിലാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതിൽ ഇപ്പൊ JCI പോലുള്ള സംഘടനകള് നിങ്ങൾ കുറച്ചുകൂടി ഇപ്പൊ ഒരു അലൈഡ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരായിരിക്കാം, എങ്കിലും മറ്റുള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്ന ഇതേപോലുള്ള ഒരു കാര്യത്തിനെ കൂടുതൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്തുണ്ടായാൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും. പ്രവർത്തനങ്ങളിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നിലവിലുള്ള സംവിധാനങ്ങളെ കുറിച്ചും അതേപോലെ വേസ്റ്റിൽ നിന്ന് വെൽത്ത് ആയിട്ട് മാറ്റുന്നതിനുള്ള വിവിധ പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ ആദ്യം ഞാൻ നിങ്ങളുടെ പ്രസന്റേഷനിൽ കണ്ടതുപോലെ നമ്മുടെ സീഡ് ഉപയോഗിച്ച് പെന്നുണ്ടാക്കുന്നത് ഇത് പല സ്ഥലങ്ങളിലും നമുക്ക് പല ആൾക്കാരും ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഇതുപോലുള്ള സംഘടന ഏറ്റെടുക്കണം, അവർക്ക് കുറച്ചുകൂടി ഒരു എനർജി കൊടുക്കാനും അതുപോലെ തന്നെ ഇതുപോലുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് അവർക്ക് കൂടുതൽ വരുമാനം അല്ലെങ്കിൽ അവരുടെ ഒരു ജീവനോപാധിയായിട്ടും അതേപോലെ നമ്മള് മറ്റിപ്പോ
ഓരോ തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ ഇതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള ഒരു സെന്റർ ഉണ്ടായിരിക്കണം. അതാണ് ഞാൻ ഫെസിലിറ്റീസ്. അത് നമ്മൾ വീടുകളിൽ നിന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ അത് കളക്ട് ചെയ്യുന്ന അതേ ഈ സെന്ററുകളിൽ എത്തിക്കുകയും അവിടെ അതിൽ തരം തിരിച്ചിട്ട് അത് നമ്മൾക്കിപ്പോ ഏത് തരത്തിലുള്ള ഇപ്പൊ മാനേജ് ചെയ്യുന്ന കമ്പനികൾക്ക് അല്ലെങ്കിൽ അതുമായിട്ട് ഇപ്പൊ റോഡ് ഷ്രെഡ് ചെയ്തിട്ട് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്രാനുവൽസ് ആയിട്ടും അതുപോലെ പെറ്റൽസ് ഒക്കെ ആയിട്ടും മാറ്റുന്നത്, അത് കൂടാതെ ബെയിൽ ചെയ്ത് സൂക്ഷിക്കുക, ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അത് അതിന്റെ ഒരു ഭാഗമാണ്. പിന്നെ അത് കൂടാതെ ഈ MCF നിന്നും വേറെ അത് ബ്ലോക്ക് തലത്തിൽ, അത് തദ്ദേശ ഭരണ സ്ഥാപനത്തിലാണ്. ആലപ്പുഴയെ സംബന്ധിച്ച് അതുപോലെ RRFകളുണ്ട്, ഫെസിലിറ്റി സെന്ററുകളും ഉണ്ട്. ഇത് MCF കളക്ട് ചെയ്യുന്നത് അവർ സെഗ്രിഗേറ്റ് ചെയ്ത് റിസോഴ്സ് ഫെസിലിറ്റിയിൽ എത്തിച്ചതിന് ശേഷം അത് പലതരത്തില് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നിലവിൽ നടത്തുന്നുണ്ട്. ഇനി അതുകൂടാതെ നമ്മളെ ഇപ്പൊ നടത്തുന്നത് ഇപ്പൊ നമ്മളുടെ പൊതുപരിപാടികൾ കുറവാണെങ്കിലും അത് നടത്തുന്ന പരിപാടികൾ തന്നെ കുറച്ച് ഹരിത ചട്ടം പാലിച്ച് അത് കഴിയുന്നത്ര നമ്മൾ ഇതുപോലെ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് അതുപോലെ നമുക്ക് ഉപയോഗയോഗ്യമല്ലാത്ത എല്ലാ സാധനങ്ങളും എല്ലാ വസ്തുക്കളെയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള പ്രകൃതിദത്തമായ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രയോഗം കൂടുതൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും അതുപോലെ അതേ ശീലങ്ങൾ മറ്റെല്ലാ പരിപാടികൾക്കും വ്യാപിപ്പിക്കുന്നത് ഹരിത പെരുമാറ്റച്ചട്ടം എന്ന് പറയും. അത് ചില കാര്യങ്ങളിൽ ചില വലിയ തരത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന വിവാഹങ്ങളും അതുപോലെ മറ്റു ചടങ്ങുകളും തന്നെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് പൊതു തലത്തിൽ ചർച്ചയാവുകയും അങ്ങനെയുള്ള കൂടുതൽ പേരിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ എല്ലാ ആൾക്കാരും ഇതുപോലെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഭാഗഭാഗാക്കണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ വളരെ ലേറ്റ് ആയിരുന്നു, കാരണം കുറച്ച് ഞാൻ ആദ്യമൊക്കെ യാത്രയിലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കത് റേഞ്ച് കിട്ടാതെ വന്നു. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടാവും. ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചാണ് വന്നത്. പക്ഷേ ഈ അവസരത്തിൽ എനിക്ക് ഇത് പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. പിന്നെ നിലവിൽ മഴ പെയ്യുന്നുണ്ട്, ഞാൻ വീടിന്റെ പുറത്തിറങ്ങിയാന്ന് പറയുന്നത്. മഴ പെയ്യുന്നുണ്ട്, അതിന് കിട്ടാത്തൊരവസ്ഥയുണ്ട് എന്ന്. ശരി, അല്ല ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കലേക്ക് ക്ഷണിക്കുകയും ചെയ്ത് എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. JCIയുടെ പ്രവർത്തനങ്ങൾ അതേപോലെ നമ്മുടെ ഡേവിഡ് സാറുമായിട്ടുള്ള 1-2 പ്രവർത്തനങ്ങൾ നമ്മൾ ബന്ധപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളിൽ കൂടുതൽ സഹകരിക്കാൻ ഉള്ള ഒരു മനസ്സുണ്ട്. നല്ല ചെയ്യുന്ന ജയകുമാരി മാം വളരെ നന്ദിയുണ്ട്. ഒരു ശരിക്കും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്കിലും ഞങ്ങളുടെ ഈ ക്ഷണം സ്വീകരിച്ച് വന്ന് ചുരുക്കമെങ്കിലും വളരെ പ്രവർത്തനങ്ങളെ കുറിച്ച്, ശുചിത്വ മിഷന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും എങ്ങനെയാണ് വെൽത്ത് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നൊരു കോൺസെപ്റ്റ് പ്രായോഗികമാക്കാനും ജനകീയമാക്കാനും സാധിക്കുമെന്ന് പറഞ്ഞു തന്നതിൽ ഏറെ നന്ദിയുണ്ട്. ഏതെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം, ദയവീത് ചാറ്റ് ബോക്സിൽ ഇടുക. അതർവൈസ് നമ്മള് 3 പേർക്കും, ബിജു സാറിനും രാജേഷ് സാറിനും ജയകുമാരി മാഡത്തിനും നന്ദി പറയുകയാണ്. നമുക്ക് സെമിനാർ അവസാനിപ്പിക്കേണ്ടതുണ്ട്. കൃത്യം 2 മണിക്കൂർ ആകുന്നു. 3 പേർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. ഇവിടെ വന്നു ചേർന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും നമ്മുടെ പ്രവർത്തനങ്ങളിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിൽ ഭാഗഭാക്കാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാണ്. ലാസ്റ്റ് ഒരു 4 മിനിറ്റ് JCI ആലപ്പി ഇന്നലെ ഇതുമായിട്ട് സംബന്ധിച്ച് സേവ് എർത്ത് നൗ ഓർ നെവർ എന്നൊരു കോൺസെപ്റ്റിൽ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്, അതൊന്ന് കാണിക്കാം. 1 മിനിറ്റ് 4 മിനിറ്റാണ് അതിന്റെ ദൈർഘ്യം. നിങ്ങൾ ആ ഒരു വീഡിയോ ഒന്ന് കാണുവാനായിട്ട് താല്പര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദ എൻഡ് എന്നാണ് നമ്മൾ അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആ വീഡിയോ കാണുന്നവര് അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ആ കോൺസെപ്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, JCIയുടെ പ്രവർത്തകർ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്, അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്ലീസ്.
Okay. താങ്ക് യു രാജേഷ് സർ. അതിന്റെ ലിങ്ക് ഇപ്പോ നിങ്ങളുടെ ചാറ്റ് ബോക്സിൽ ഇടും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അല്ലെങ്കിൽ JCI ആലപ്പിയുടെ ഫേസ്ബുക്ക് പേജിലോ യൂട്യൂബ് പേജിലോ നിങ്ങൾക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ്. സോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ പാനലിസ്റ്റുകളായ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ആലപ്പി യൂണിറ്റിന്റെ എഞ്ചിനീയർ ബിജു, ഹരിത കേരളം മിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ രാജേഷ്, ശുചിത്വ മിഷൻ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ജയകുമാരി മാം, മൂന്ന് പേർക്കും, പിന്നെ ഇവിടെ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്ത ഫെയർലാൻഡ് ഗ്രൂപ്പിന്റെ സത്യൻ, NSS ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങൾക്ക് ഇതിനൊപ്പം തന്നെ ഹോസ്റ്റ് ചെയ്യുന്ന NSS യൂണിറ്റ് സെന്റ് ജോസഫ്സ് കോളേജ് ആലപ്പി, എല്ലാവരോടുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ദയവായി ദേശീയഗാനത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. കൈൻഡ്ലി റൈസ് ആൻഡ് കീപ് സ്റ്റാൻഡിംഗ് ഫോർ ദ നാഷണൽ ആന്തം. जनगण मन अधिनायक जय हे भारत भाग्य विधाता, पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा, विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा, तव शुभ नामे जागे, तव शुभ आशीष मांगे, गाहे तव जय गाथा, जन गण मंगलदायक जय हे भारत भाग्य विधाता, जय हे जय हे जय हे जय 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 हे. So, with the permission of the President, the webinar in connection with wealth out of waste and say no to single-use plastic is hereby adjourned. Thank you all. Good night.